പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭിമാനപൂർവ്വം ജീവിക്കുവാൻ അവസരമൊരുക്കിക്കൊടുത്ത ഒരു കലാലയമാണ് നമ്മുടെ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി. 2011-14 അക്കാദമിക് വർഷത്തിൽ ഈ കോളേജിന്റെ കൊമേഴ്സ് വിഭാഗത്തിൽ നിന്നും പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തി കലാലയത്തിന്റെ പടികളിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ വെബിനാറിലൂടെ നാം കണ്ടുമുട്ടുന്നത്. നമ്മുടെ കോളേജിന്റെ അക്ഷരമുറ്റത്ത് നിന്നും വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അർപ്പണ മനോഭാവവും സ്ഥിരോത്സാഹവും കൈമുതലാക്കി പഠനശേഷം ബാങ്കിംഗ് എക്സാംസ് ക്ലിയർ ചെയ്ത് ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ഉന്നത നിലയിൽ സേവനം ചെയ്യുന്ന ആദരണീയനായ ശ്രീ വിഷ്ണു PS ഇന്ന് വെബിനാറിലൂടെ നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നല്ല ദിശാബോധം നൽകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഈ വെബിനാറിലൂടെ നമുക്ക് ലഭിക്കുന്ന നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ പഠനത്തിലും കൂടുതൽ ആവേശം നൽകുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് ജോർജ് കെ സർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ജ്യോതിസ് ടി സർ, നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ഡോക്ടർ ലീന കെ ചെറിയാൻ സർ, മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും HODമാരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഏവർക്കും എന്റെ നമസ്കാരം. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു തോന്നലാണ് ഈ നിമിഷം ഉണ്ടാകുന്നത്. ഞാൻ വിഷ്ണു, നമ്മുടെ കോളേജിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ബികോം ഡിപ്പാർട്ട്മെന്റിൽ 7 വർഷം മുമ്പേ പഠിച്ച് നമ്മുടെ കോളേജിൽ തന്നെ ഇറങ്ങിയ വ്യക്തിയാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ തോന്നുന്നത് ശരിക്കും കലാലയ ജീവിതത്തിന്റെ പ്രാധാന്യം ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് ഈ നിമിഷം നിങ്ങളോട് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ജീവിതത്തിലെ നല്ലൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഞാനത് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളായി, നാം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും പറയാമോ? നാം ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് നടത്തണമെന്നാണ് കൂടുതൽ ആഗ്രഹം. എന്നാലും നമുക്ക് പരസ്പരം അങ്ങോട്ടും കാര്യങ്ങൾ, നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആരെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു ചെറിയ ശ്ലോകം ഞാൻ ഇവിടെ ചൊല്ലുകയാണ്. വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാവുകിൽ, എണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണം. ഒരിക്കൽ കൂടി, വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാവുകിൽ, എണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വിത്തം എന്തിന്? വിത്തം എന്ന് പറഞ്ഞാൽ ധനമാണ് ഉദ്ദേശിക്കുന്നത്. വിത്തം എന്തിന്? ധനം എന്തിന്? മർത്യൻ മനുഷ്യൻ. വിദ്യ കൈവശമാവുകിൽ, വിദ്യ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ വിത്തം എന്തിന്? വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണം. വെണ്ണ നമ്മുടെ കയ്യിലുണ്ട്, ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ വെണ്ണ ഇരിക്കുകയാണ്. അപ്പോൾ നറുനെയ്യുടെ ആവശ്യമുണ്ടോ? അറിയാം, വെണ്ണ അറിയാം എല്ലാവർക്കും അല്ലെ? വെണ്ണ നമ്മളെന്താണ്, അതൊന്ന് ഒരു പാത്രത്തിലാക്കി നമ്മൾ ഒരു ശകലനേരം വെയിലത്തോട്ട് വെച്ചാലോ അല്ലെ അടുപ്പിന്റെ മുകളിലേക്ക് വെച്ചാലോ അതപ്പം തന്നെ അത് നെയ്യായി മാറുകയാണ് അല്ലെ? അതുപോലെയാണ് വിദ്യാഭ്യാസം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വിദ്യ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ധനമായി മാറ്റാൻ അധികം സമയം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ ചുരുങ്ങിയ സമയം. നമ്മുടെ ഈ ലിക്വിഡിറ്റി, ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് ക്യാഷ്. സാമ്പത്തികമായിട്ട് പറയുകയാണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളതാണ് ക്യാഷ്, ലിക്വിഡ് ക്യാഷ്. അത് നമുക്ക് എന്തായിട്ട് വേണമെങ്കിലും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ഥലം മേടിക്കാം, അത് FD ആക്കാം,
അതെന്തെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും. നമ്മുടെ കയ്യിലുള്ള ഓരോ അറിവും, ഒരറിവും ചെറുതല്ല. നമ്മുടെ കയ്യിലുള്ള അറിവുകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ധനമായി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ സെമിനാറിന്റെ പ്രധാന ഉദ്ദേശം എങ്ങനെ നമ്മൾ ഒരു ജോലി കരസ്ഥമാക്കാം എന്നുള്ളതാണ്. എങ്ങനെ ഒരു ജോലി നമുക്ക് സ്വയം നേടിയെടുക്കാം. ഇന്ന് ഈ നൂറ്റാണ്ടില് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. 2019 സർവേ പ്രകാരം ഇന്ത്യയിലെ പോപ്പുലേഷൻ 139 കോടി ജനങ്ങളാണ്. ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ സ്വല്പം പ്രയാസമാണ്. അതാണ് അതിന്റെ വസ്തുത. തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പോരാഞ്ഞിട്ട് ഇപ്പൊ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിലവിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഡെയിലി ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് തന്നെ ജോലി ഇല്ലാതായിരിക്കുന്നു. ഈ ലോക്ക്ഡൌൺ കാരണം മൊത്തത്തിലുള്ള ഷണ്ടും വരുമാനം വളരെയധികം നിലച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു വൈറ്റ് കോളർ ജോബ് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ സെമിനാർ പ്രധാനമായും കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് പോവുകയാണ്. ആദ്യം എക്സാം ഹാക്സ്. ഇവിടെ ഹാക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എഫിഷ്യൻ്റ്ലി എന്ന് മാത്രമാണ്. പരീക്ഷകളെ വളരെ നിസ്സാരമായി തന്നെ നമുക്ക് അതിനെ ക്രാക്ക് ചെയ്യാനായിട്ട് എങ്ങനെ നമ്മൾ എന്ത് പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ സെമിനാറിൽ പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യമാണ്. ഒരു ബാങ്ക് ജോലി നേടുക എന്നുള്ളത് ഇപ്പോൾ വളരെ നിസ്സാരമായ കാര്യം. എന്താണെന്നറിയോ? നിങ്ങൾ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിച്ചാൽ മതി. നിങ്ങൾ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പഠിച്ചാൽ മതി. നിങ്ങൾ ബാങ്ക് എക്സാം ജയിച്ചിരിക്കും. എന്തൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ? 4 ചോദ്യങ്ങൾ. വാട്ട്, വെൻ, വേർ ആൻഡ് ഹൗ. വാട്ട്, വെൻ, വേർ ആൻഡ് ഹൗ. ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാളെ ഉദ്യോഗസ്ഥരായി ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിച്ചാൽ. അപ്പൊ ഈ 4 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ബാങ്കുകളെ പറ്റി ചെറിയൊരു അവലോകനം. നമുക്ക് ബാങ്കുകൾ പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. ഇതിന്റെ പുറത്ത് വേറെ ഉണ്ട്. പേയ്മെന്റ് ബാങ്ക്സ് ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ ബാങ്കുകൾക്കൊക്കെ തന്നെ പുതിയ രീതിയിലുള്ള ബാങ്കുകൾക്ക് RBI ഇപ്പം ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ നാട്ടിലുള്ള 3 തരം ബാങ്കുകളാണ്. നമുക്ക് അതിനെപ്പറ്റി പറയാം. ആദ്യം തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഗവൺമെന്റ് ഹോൾഡിംഗ് 51% or above shares. കേന്ദ്ര സർക്കാർ 51% അതിലധികമോ ഓഹരികൾക്ക് അവകാശം കൈവെക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കുകളെല്ലാം പബ്ലിക് സെക്ടർ ബാങ്കുകൾ. അപ്പൊ നാഷണലിസ്റ്റ് ബാങ്ക്സ് എന്നാന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ടും തോന്നാം, അല്ലേ? പബ്ലിക് സെക്ടർ ബാങ്കും നാഷണലിസ്റ്റ് ബാങ്കും ഒന്നാണോ? അതോ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 1969-ലും 1980-ലുമാണ് ഇന്ത്യയിൽ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് നടന്നത്. നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് ഈ നാഷണലൈസേഷൻ നടന്ന ഒരു കാര്യമൊക്കെ. 1969-80-ൽ അന്ന് ഈ ബാങ്കുകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിന്റെ 100% ഓഹരി ഗവൺമെന്റിൻ്റെതായിരുന്നു. കാലക്രമേണ അത് കുറേശ്ശെയായിട്ട് കുറച്ച് ഷെയർസ് കൊടുത്ത് ഇപ്പോൾ 51% അതിന് മേളിലുമാണ് ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ
നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഷെയർ വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ല ഒരു ബാങ്കാണ്. 100% ഗവൺമെന്റിലായിരിക്കും അതിന്റെ ഷെയർ. അങ്ങനെയുള്ള ഒരു ബാങ്കിനെ നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയാം. ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന് എന്ന് പറഞ്ഞാൽ 51% ഓർ എബോ, 51% ഷെയറിന്റെ ഓഹരികളുടെയും അവകാശി സർക്കാരാണ്. അത് പബ്ലിക് സെക്ടർ ബാങ്ക്. അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ പ്രധാനമായും രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, രണ്ട് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ. 1969, 1980 കാലഘട്ടങ്ങളിൽ നിലനിന്ന ബാങ്കുകളിലെ പ്രൈവറ്റ് ബാങ്കുകളിലുള്ള കാറ്റഗറിയാണ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അന്ന് ഗവൺമെന്റ് ചില നിബന്ധനകൾ വെച്ച് പ്രൈവറ്റ് നാഷണലൈസേഷന്റെ ഭാഗമായിട്ട് ഇത്ര % ഓഫ് അഡ്വാൻസ്, ഇത്ര % ഓഫ് ഡെപ്പോസിറ്റ്, ഇത്ര റേഷ്യോ, ഇങ്ങനെ ഇത്രയൊക്കെ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് വെച്ച് ആ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ പറഞ്ഞ കണ്ടീഷൻസ് ക്വാളിഫൈ ചെയ്ത ബാങ്കുകളെയാണ് അന്നുണ്ടായിരുന്ന ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ ഒരു ഭാഗമാണ് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കായിട്ട് മാറിയത്. അടുത്തത് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. അത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന ബാങ്ക്. രണ്ട് രീതിയിലുള്ള പ്രവർത്തനമാണ്, നമുക്കത് പറയാം. അടുത്തതായിട്ട് ഫോറിൻ ബാങ്ക്സ്. ഇപ്പൊ നമ്മൾ പബ്ലിക് സെക്ടർ പറഞ്ഞു, പ്രൈവറ്റ് സെക്ടർ പറഞ്ഞു. പ്രൈവറ്റ് സെക്ടറിൽ ഇതിന്റെ ഷെയറിനകത്ത് ഗവൺമെന്റിന് ഷെയർ കൈകാര്യം ചെയ്യുന്നില്ല. ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ്. ഇതിന്റെ അധികാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. 51% കൂടുതൽ ഷെയർ ഉള്ള ആളാണ് അതിന്റെ പ്രധാനമായിട്ടും MD കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഈ ബാങ്കുകളുടെ ഷെയർ വിദേശ രാജ്യങ്ങളിൽ അവരാണ് അതിന്റെ ഓഹരി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അതിന്റെ അധികാരം അവർക്കാണുള്ളത്. ഇന്ത്യയിലുള്ള നമുക്ക് അതിനുള്ള ഷെയറുകൾ നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പം പബ്ലിക് സെക്ടർ ബാങ്കുകളെ പറ്റി നമുക്ക് പറഞ്ഞ പോലെ ഏതൊക്കെയാണ് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ? പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇപ്പോൾ നേരത്തെ 2021 ഉണ്ടായിരുന്നു. ഈയിടെ ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ മെർജായി. അതിനുശേഷം 2021 എന്നുള്ളത് കുറഞ്ഞ് 12 ചുരുങ്ങിയിരിക്കുകയാണ്. ആദ്യം ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ പേരുകളൊക്കെ തന്നെ, ഈ ബാങ്കുകളൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഈ ബാങ്കുകൾ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ബാങ്കുകളുടെ ഷെയറാണ് ഗവൺമെന്റിന്റെ ഇരിക്കുന്നത്. ഈ ബാങ്കുകളിലെ എല്ലാം അധികാരി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ബാങ്കുകളിലൊക്കെ താഴെ അവിടെ തന്നെ എഴുതിയിരിക്കുന്ന കാണാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ്. അടുത്ത പബ്ലിക് സെക്ടർ കഴിഞ്ഞാൽ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലേക്ക് വരാം. കത്തോലിക് സിറിയൻ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ING വൈശ്യ ബാങ്ക് ലിമിറ്റഡ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, കർണാടക ബാങ്ക്, കരൂർ വൈശ്യ, ലക്ഷ്മി വിലാസ്, രത്നാകർ ബാങ്ക്, നൈനിറ്റാൽ ബാങ്ക്, SBI കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റർനാഷണൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്, യുണൈറ്റഡ് വെസ്റ്റേൺ ബാങ്ക്. ഈ പേരുകളും നമുക്ക് പരിചയമുള്ളതാണ്. കത്തോലിക് സിറിയൻ ബാങ്ക് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഫെഡറൽ ബാങ്ക് നമ്മുടെ നാട്ടിലുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്. കർണാടകത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കർണാടക ബാങ്ക്. ഇങ്ങനെ ഓരോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ, ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ബ്രാഞ്ചുകളുള്ളത് ഫെഡറൽ ബാങ്കിനാണ്. അത് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണ്. അപ്പൊ ഇതാണ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഒരു ലിസ്റ്റ്. അടുത്ത ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഏതൊക്കെയാണ്? ആക്സിസ് ബാങ്ക്, ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക്, DCB ബാങ്ക്, HDFC, ICIC, IndusInd, കൊടക് മഹീന്ദ്ര, യെസ് ബാങ്ക്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. വളരെ തിരക്കേറിയ ഒരു സമയം. ആർക്കും സമയം ചെലവഴിക്കാൻ, എല്ലാവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കണം, അല്ലെ? നമ്മൾ അതിനുവേണ്ടി ഇച്ചിരി തുക കൂടുതൽ ചെലവഴിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ കാര്യം പെട്ടെന്ന് നടക്കണം,
എനിക്ക് അധികം സമയമൊന്നും ചിലവഴിക്കാനില്ല, അങ്ങനെയുള്ളവർ ആശ്രയിക്കുന്ന പ്രധാനമായും ബാങ്കുകളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അവരങ്ങ് നോക്കിക്കോളും. പ്രധാനമായിട്ട് എവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടതെന്ന് മാത്രം അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെ? അതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, നമ്മളിപ്പം പബ്ലിക് സെക്ടർ ബാങ്കുകളെ പറ്റി പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് പറഞ്ഞു, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് പറഞ്ഞു, ഇപ്പോൾ ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബാങ്ക്സിൽ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം ഈ പേരുകളൊന്നും അത്ര നമുക്ക് പരിചയമല്ല. HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ഇങ്ങനെയുള്ള ഒരു 2-3 പേരുകളാണ് നമുക്ക് ഫോറിൻ ബാങ്ക്സിൽ പറയാനുള്ളത്. 43 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ബാങ്കുകളെ പറ്റിയുള്ള ഒരു ചെറിയ അവലോകനമാണ് ഇപ്പം നടത്തിയത്. ഇനി നമ്മൾ ഈ എക്സാമിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥിയാകണമെങ്കിൽ നമ്മൾ എന്തോ ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പൊ നമ്മൾ എക്സാമിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ 21-നും 30-നും വയസ്സ് മധ്യ പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കണം. 21-നും 30-നും മധ്യ പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കണം. 1. 2, SC ST കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഇളവ്, അതായത് 30 വയസ്സെന്ന് പറയുന്നതിന് 35 വയസ്സ് വരെ അവർക്ക് ഈ എക്സാം എഴുതാം. ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 21 തൊട്ട് 30 വരെയും, SC STക്ക് 21 തൊട്ട് 35 വരെയും, OBC ഉള്ളവർക്ക് 21 തൊട്ട് 33 വരെയും. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഇളവും, OBC കാറ്റഗറിക്ക് 3 വർഷത്തെ ഇളവും, എക്സ് സർവീസ്മെൻ കാറ്റഗറിക്ക് 5 വർഷത്തെ ഇളവുമാണ് ഉള്ളത്. ഹോൾഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ കോട്ട, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ കോട്ട ഉണ്ടോ എന്ന് സംശയമാണ്. ഇപ്പം അതിൻ്റെ അമെന്റ്മെന്റ് ഒക്കെ ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ അവർക്ക് ആ റിലാക്സേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്ത് തന്നെയായാലും നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ. Apart from this, the minimum education qualifications can from a graduate from a designated university. ഒരു ഡെസിഗ്നേറ്റഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഗ്രാജുവേഷൻ നമുക്ക് വേണം. A candidate must also not hold any criminal record. യാതൊരു രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളും ആകാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ബാങ്ക് PO എലിജിബിലിറ്റി. DO എന്ന് പറഞ്ഞാൽ പ്രൊബേഷണറി ഓഫീസർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഏറ്റവും വിലയേറിയ സമയമാണ്. സമയത്തിന്റെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. ഒരു ദിവസം ആപ്പാടെ 24 മണിക്കൂർ സമയമേ നാം പോകുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അപ്പം നമ്മൾ ആ 24 മണിക്കൂറിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് 3 ഭാഗിച്ചു കഴിഞ്ഞാൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഇങ്ങനെയാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. അങ്ങനെ 3 ഭാഗിച്ചു. അങ്ങനെ 24 മണിക്കൂറെ നമ്മൾ 3 ഭാഗിച്ചുകൊണ്ട്, അപ്പൊ 8 മണിക്കൂർ നമ്മൾ വിശ്രമിക്കണം. ഒരു ശരാശരി മനുഷ്യന് ഒരു 6 തൊട്ട് 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. ഒരു ദിവസം 6 തൊട്ട് 7 മണിക്കൂറെങ്കിലും നമ്മൾ തീർച്ചയായും ഉറങ്ങണം. എന്നാലേ നമ്മുടെ ഓർമ്മശേഷി നിലനിൽക്കത്തുള്ളൂ. കൃത്യമായ ഉറക്കം കിട്ടിയില്ലേ നമ്മൾ പഠിക്കുന്നതൊന്നും തന്നെ നമ്മൾ ഓർത്തിരിക്കത്തില്ല. നമുക്കൊരു ഉത്സാഹം ഉണ്ടാകത്തില്ല. നമുക്കൊരു കാര്യവും നന്നായി ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ കൃത്യമായും ഒരു ശരാശരി മനുഷ്യൻ കുറഞ്ഞത് 6 തൊട്ട് 7 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. 8 മണിക്കൂർ വിനോദം വളരെ അത്യാവശ്യമായ കാര്യം. മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്ത് നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല. അപ്പം വിനോദത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നും പറഞ്ഞ് വിനോദം മാത്രമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 8 മണിക്കൂർ ജോലി അല്ലേ? നമ്മുടെ ചുറ്റും നോക്കി ആൾക്കാർ ജോലി ചെയ്യാൻ പോകും. ചില ആൾക്കാർ 8 മണിയാകുമ്പോഴേ ജോലി തുടങ്ങും. 5 മണി വരെ ഉണ്ട്. 7:30 ജോലി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, 9 മണിക്ക് ജോലി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, 10 മണിക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി എന്നുള്ളത് പഠനമാണ്. നാം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ഉദ്ദേശം. നമ്മളിപ്പോ ചെയ്യേണ്ട ജോലി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്.
അപ്പൊ നമ്മൾ ആ 8 മണിക്കൂറിനെ പഠിക്കുന്ന ആ പഠനത്തിന് വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന 8 മണിക്കൂറിനെ നമ്മൾ ഒന്ന് ഭാഗിച്ച് 2 മണിക്കൂർ നമുക്ക് QA പഠിക്കാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 3 മണിക്കൂർ ന്യൂസ് പേപ്പർ റീഡിംഗ്, 2 മണിക്കൂർ റീസണിങ്, 1 മണിക്കൂർ ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ. അപ്പൊ 2 2 4, 4 3 7 1 8. അങ്ങനെയാണ് നമ്മളുടെ ഈ സമയത്തെ നമ്മൾ വായിക്കുന്നത്. ഇത് ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു ക്രൈറ്റീരിയ ഞാനിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ചില ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർക്ക് കണക്ക് എളുപ്പമായിരിക്കാം, അവർക്ക് അധികം സമയം ചെലവഴിക്കേണ്ടതായിരിക്കും. ചിലർക്ക് ഇംഗ്ലീഷ് പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സമയം കൂടുതൽ കണ്ടെത്തണം, കണക്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം കുറയ്ക്കാം. അപ്പോൾ അവരവരാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ഏത് പ്രയാസം, ഏത് ബുദ്ധിമുട്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സമയത്തെ ഭാഗിച്ച് ചെലവഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു വിഷയത്തിലേക്ക് വരാം. എന്താണ് ന്യൂസ് പേപ്പർ റീഡിംഗ്? പത്രമൊക്കെ എല്ലാവരും വായിക്കാറുണ്ടോ? പൊതുവെ വിദ്യാർത്ഥികളുടെ ഇടയിൽ കാണുന്ന ഒരു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പത്രമൊന്നും അങ്ങനെ അധികം പേര് വായിക്കാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കലാലയ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാനാണ്, നമ്മളൊന്നും വായിക്കാറില്ല, അതിന് സമയമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ദിനംപ്രതി കുറഞ്ഞത് ഒരു വ്യക്തി 3 മണിക്കൂർ ഒരു ന്യൂസ് പേപ്പർ വായിക്കണം. നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കർശനമായി ഒരു ദിവസം 3 മണിക്കൂർ ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പേപ്പർ ഹിന്ദു ആണ്, ഒരു നാഷണൽ ഡെയിലി. ഇതിനോടൊപ്പം തന്നെ റീജിയണൽ ആയിട്ടുള്ള മനോരമയോ മാതൃഭൂമിയോ ദേശാഭിമാനിയോ ഏത് തന്നെ ആയാലും അവരവരുടെ ഇഷ്ടപ്രകാരം വായിക്കണം. ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെ പ്രധാനമായിട്ടും എന്താണ്, ഒരു പത്രം വായിക്കുന്നതിലൂടെ എന്താണ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് പറയാം, ആർക്കെങ്കിലും പറയാമോ? ന്യൂസ് പേപ്പർ റീഡിംഗ് അഡിക്ഷൻ ഉണ്ടാക്കും. ന്യൂസ് പേപ്പർ റീഡിംഗ് അഡിക്ഷൻ ഉണ്ടാക്കും. ഞാൻ സ്ഥിരമായി മാതൃഭൂമി പത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ മനോരമയാണ് നമ്മുടെ വീട്ടിൽ വന്നെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് ദഹിക്കുകയില്ല. അത് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും നമ്മൾ വായിക്കണം, കൂട്ടാക്കുകയില്ല. നമ്മൾ മാതൃഭൂമി പത്രത്തിന്റെ ആ സ്റ്റൈലിൽ വായിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ മനോരമ വായിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം പത്രം വായിക്കുന്നതിനൊപ്പം ഒരു അഡിക്ഷനോട് ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതൊരു ദോഷമൊന്നുമല്ല, അതൊരു പൊതുവായ ഒരു കാര്യം ഞാൻ പറഞ്ഞു മാത്രം. അപ്പം ഞാൻ പറയുന്നത്, കൃത്യമായി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഒരു ദിവസം 3 മണിക്കൂർ പത്രം വായിക്കണം. അപ്പോ പത്രം വായിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹെൽപ്സ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. ഹെൽപ്സ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ വർദ്ധിക്കാനായിട്ട്, ഇംഗ്ലീഷിന്റെ ഗ്രാമർ വർദ്ധിക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്, സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടാകാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സഹായിക്കും. ഈ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, കൃത്യമായി നമ്മൾ ഒരു നോട്ട്ബുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കണം. ഡേറ്റ് വൈസ് അതിൻ്റെ അകത്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ നോട്ട് ചെയ്യണം. ഓരോ ന്യൂസും വായിക്കുക, വായിച്ചതിനു ശേഷം പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന ഡേറ്റ് വെച്ച് അതിൽ നോട്ട് ചെയ്ത് വെക്കണം. അത് വെറുതെ നോട്ട് ചെയ്ത് വെച്ചാൽ പോരാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതെടുത്ത് നമ്മൾ റിവൈസ് ചെയ്യണം. നമ്മൾ മറന്നു പോകും. ഇന്നയാള് ഇത്രാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ന രാജ്യത്തിന്റെ ഇതുപോലെ അധികാരമേറ്റു. അപ്പൊ എന്താണ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കാം, ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാന്ന് ചോദിക്കാം, എന്ന് അധികാരമേറ്റെന്ന് ചോദിക്കാം, എത്രാമത്തെ പ്രധാനമന്ത്രിയാന്ന് ചോദിക്കാം. അങ്ങനെ നമ്മൾ പല ആംഗിളുകളിൽ നിന്നും ചിന്തിച്ച് എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതങ്ങനെ വലിയ എസ്സേ എഴുതുന്ന പോലെ അല്ല എഴുതുന്നത്. അത് ചെറിയതായിട്ട് ഒരു നക്ഷൽ രൂപത്തിൽ ചെറിയ രീതിയിൽ എഴുതി തയ്യാറാക്കണം. അത് നമുക്ക് മനസ്സിലാകണം. മറ്റൊരാൾക്കും നിങ്ങളുടെ ഈ പറഞ്ഞ ബുക്ക് കണ്ടാൽ മനസ്സിലാകണമെന്നില്ലെങ്കിൽ കുറഞ്ഞത് മിനിമം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്യും. പത്രം വായിക്കുന്നതിൽ പ്രധാനമായിട്ടും നമ്മൾ എന്ത് വായിക്കുന്നു, ഒരു ഡിക്ഷണറി നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം.
ചില കട്ടിയുള്ള വാക്കുകളൊക്കെ നമ്മുടെ വായനയിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ മീനിങ് നോക്കാനായിട്ട് ഒരു ഡിക്ഷണറി കർശനമായി നമ്മുടെ കരുതിയിരിക്കണം, വളരെ കരുതിയിരിക്കണം. മിനിമം 1 ന്യൂ വേർഡ് ദിനം പ്രതി നിങ്ങളുടെ വൊക്കാബുലറി കൂടുന്നതിനായിട്ട് നിങ്ങൾ ഒരു വാക്കെങ്കിലും കർശനമായി പഠിച്ചിരിക്കണം. ഒരു വാക്കെങ്കിലും കർശനമായിട്ട് പഠിച്ചിരിക്കണം. അതാണ് പത്രം വായിക്കുന്നതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഞാനിപ്പോൾ റെഫർ ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്തത്. അപ്പം ആദ്യം ഫ്രണ്ട് പേജ്, ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജ് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് ഫസ്റ്റ് പേജ്. അത് ഡീറ്റെയിൽ ആയിട്ട് ആ പേജ് നമ്മൾ പഠിക്കണം. നാഷണൽ ലെവലിലുള്ള ന്യൂസുകളാണ് പ്രധാനമായിട്ടും ഫ്രണ്ട് പേജിൽ വരുന്നത്, അല്ലെങ്കിൽ റീജിയണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വരാറുണ്ട്. പ്രധാനമായിട്ടും ഫ്രണ്ട് പേജ് നന്നായി പഠിക്കും. ഫ്രണ്ട് പേജ് നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ നേരെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകാം. നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ ഏറ്റവും ഹൃദയഭാഗമാണ് എഡിറ്റോറിയൽ പേജ്. ഏറ്റവും ഹൃദയഭാഗമാണ് എഡിറ്റോറിയൽ പേജ്. ഇന്നലകൾ അല്ല ഇന്ന് എന്ത് നടക്കുന്നു നമ്മുടെ ഈ ലോകത്ത് ചുറ്റും, നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്ന് നമ്മൾ എഡിറ്റോറിയൽ പേജ് വായിച്ച് നോക്കാൻ മനസ്സിലാവും. അത് വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തു. എഡിറ്റോറിയൽ പേജ് വായിച്ചു കഴിയുമ്പോൾ എന്ത് മനസ്സിലായി? ഒന്നും പ്രത്യേകിച്ച് മനസ്സിലായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം അത് വളരെ ഡിഫിക്കൽട്ടാണ്, അത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ വായിച്ച് ആദ്യം തുടങ്ങുന്ന ഒരു ഷാർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വായിച്ച് മനസ്സിലാക്കാൻ സ്വല്പം പ്രയാസമാണ്. ഒരിക്കൽ വായിക്കുക, മനസ്സിലായില്ല, വീണ്ടും വായിക്കുക, ഒറ്റ സെന്റൻസ് മൊത്തത്തിൽ വായിക്കാതെ മുറിച്ച് വായിക്കുക, ഓരോന്ന് ഭാഗിച്ച് വായിക്കുക, സംശയമെങ്കിൽ ഡിക്ഷണറി പരിശോധിക്കുക. പയ്യെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അത് നമുക്ക് തന്നെത്താനെ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ എഡിറ്റോറിയൽ പേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രണ്ട് പേജ് വായിച്ചതിന് ശേഷം എഡിറ്റോറിയൽ പേജ് വായിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് ലെറ്റർ ടു ദ എഡിറ്റർ. അപ്പം ഇത് റേഡിയോ പോലെയല്ല. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു പത്രക്കാർ എന്ത് എഴുതുന്നു അത് നമ്മൾ വായിക്കുന്നു, നമുക്ക് അങ്ങോട്ടൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെയല്ല. ലെറ്റർ ടു ദ എഡിറ്റർ ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പോലെ നമുക്ക് ആശയം കൈമാറ്റം നടത്താനുള്ള അവസരമുണ്ട്. നമ്മൾ വായനക്കാർക്ക് പത്രത്തിൽ വരുന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങളെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു ആശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്ററിനെ അറിയിക്കാനുള്ള അവസരം ലെറ്റർ ടു ദ എഡിറ്റർ എന്നതിലൂടെയുണ്ട്. നമ്മൾ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ എഡിറ്റോറിയലിനെ പറ്റിയും ഇന്നത്തെ ന്യൂസ് പേപ്പർ കൊടുത്തിരിക്കുന്ന ന്യൂസുകളെ പറ്റിയും ഒക്കെയാണ് നാളത്തെ ലെറ്റർ ടു ദ എഡിറ്റർ. അവർ ഇന്ന് അതിനെപ്പറ്റി ഒരു ബ്രീഫിംഗ് തയ്യാറാക്കിക്കൊണ്ട് ഇന്ന ഡേറ്റിൽ ഇന്ന ന്യൂസ്, അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇന്ന പോലെ വിഷ്ണു റാണി എന്ന് എഴുതുന്നു. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്നലെ നടന്ന വിഷയങ്ങളെ പറ്റി, ഇന്നലെ നടന്ന പത്രങ്ങളിൽ വന്നതിനെ പറ്റിയുള്ള നമ്മുടെ പൊതുജനത്തിന്റെ അഭിപ്രായം, സബ്സ്ക്രൈബർ അഭിപ്രായം, അത് പത്ര എഡിറ്ററിന് എത്തിക്കുന്നത് ഈ പറഞ്ഞ ഇതിലൂടെയാണ്. അപ്പൊ അത് റീസെന്റ് സബ്ജക്ട്സ് ആണ്, അതും വായിക്കും. ഇതിലൂടെ എല്ലാം തന്നെ നാം അറിവ് നേടുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും നമ്മൾ അത് മനസ്സിലാക്കുന്നു, വായിക്കുന്നുവെങ്കിൽ അത്രത്തോളം അറിവ് നമ്മൾ നേടിയിരിക്കുന്നു. ഒരറിവും ചെറുതല്ല. ഈ ലെറ്റർ ടു ദ എഡിറ്റർ പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബിസിനസ് പേജിലേക്ക് പോകാം. ബാങ്ക് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും എക്കണോമിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ് പേജ്. ക്വാർട്ടർ 4 ഇത്ര ബിസിനസ്, ഇത്ര പ്രോഫിറ്റ് ബാങ്ക് ഡിക്ലെയർ ചെയ്യുന്നു, ക്വാർട്ടർ 3 ഇത്രയാണ്, അല്ലെ ഇത്ര രൂപ ഷെയർ കൂടിയിരിക്കുന്നു, വില കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ വാണിജ്യ പേജ് മൊത്തത്തിൽ എല്ലാ രീതിയിലും
ഉള്ള ന്യൂസുകൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇതല്ല. ഇത് എത്രത്തോളം ഷെയറിന്റെ വാല്യൂ കൂടി, ഞാൻ പറഞ്ഞല്ലോ ഷെയറിന്റെ വാല്യൂ കൂടി കുറഞ്ഞു, സാധനത്തിന്റെ സ്വർണത്തിന്റെ വില കൂടിയോ കുറഞ്ഞു, അങ്ങനെ ഓരോന്ന്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കമ്പനികൾ ഏതെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ, പുതിയ വണ്ടികൾ ഇപ്പൊ മാരുതി, ടൊയാട്ടോ, ഇന്നോവ, അങ്ങനെ അത് ഏതെങ്കിലും അവരുടെ പുതിയതായിട്ടുള്ള ലോഞ്ച്, അവരുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച്, ഇന്ന പോലെ ഫോണുകളുടെ ലോഞ്ചിങ്, അതെല്ലാം ന്യൂസായിട്ട് വരുന്നത് ഏതാണ്? ബിസിനസ് പേജിലാണ്. തീർച്ചയായിട്ടും ബിസിനസ് പേജും വളരെ പ്രധാനം. ഏറ്റവും ഒടുവിൽ ഉള്ളതാണ് സ്പോർട്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. നമുക്ക് ന്യൂസ് പേപ്പറിൽ ഒന്നും തന്നെ വിട്ടുകളയാനില്ല എന്നുള്ളതാണ് പ്രധാനമായ വസ്തുത. സ്പോർട്സും വളരെ പ്രധാനപ്പെട്ടതാണ്. റീസെന്റ് ആയിട്ടുള്ള സ്പോർട്സിനെ പറ്റിയായിരിക്കും പ്രധാനമായും ചോദ്യങ്ങൾ ഉണ്ടാകും. സ്പോർട്സ് ഞാൻ പറഞ്ഞ പോലെ നോട്ട് ചെയ്യണം. ഇന്ന മെഡല്, ഇത്ര മെഡല്, ഇന്ന പോലെ ഒളിമ്പിക്സ് നടക്കുന്നു, എത്രാമത്തെ വർഷത്തെ ഒളിമ്പിക്സ്, ഏത് വർഷം നടന്നു, എവിടെ വെച്ച് നടന്നു, ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി, എത്ര ഗോൾഡ് ഉണ്ട്, എന്തിനാണ് ഗോൾഡ് കിട്ടിയത്, ആർക്കാണ് ഗോൾഡ് കിട്ടിയത്, അങ്ങനെ ഏച്ച് കെട്ടി ചോദിക്കാനുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സ്പോർട്സ്. അപ്പൊ സ്പോർട്സ് ഈ പറഞ്ഞ 4 കാര്യത്തിന്റെ ഒപ്പം 5ാമതായ സ്പോർട്സ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ തികയത്തില്ലെന്നുള്ളതാണ് വലിയൊരു വസ്തുത. പക്ഷെ കർശനമായി ആദ്യം വായിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, മടുപ്പ് തോന്നും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നാം ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നാം കർശനമായി ന്യൂസ് പേപ്പർ വായിക്കുക തന്നെ ചെയ്യണം. അപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുന്നത് അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഏതിന് പ്രയോറിറ്റി കൊടുത്ത് വായിക്കണം എന്നുള്ളത് 5ആയി തരംതിരിച്ച് നാം ഇപ്പൊ ചർച്ച ചെയ്യും. അടുത്ത കോച്ചിങ് സെന്റേഴ്സ്. ഞാനൊരു കോച്ചിങ് സെന്ററിന്റെ പേരും ഇവിടെ പറയുന്നില്ല, ഒരു കോച്ചിങ് സെന്ററിനെ ഞാൻ റെഫർ ചെയ്യുന്നില്ല. സുലഭമായി നല്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കോച്ചിങ് സെന്റർ. ഏത് മുക്കിന് നോക്കിയാലും ഇപ്പം കോച്ചിങ് സെന്റർ ഉണ്ട്. അപ്പൊ അത് കിട്ടാത്ത ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ പ്ലാറ്റ്ഫോം. അത് നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങളൊരു കോച്ചിങ് സെന്ററിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പം അവര് എന്താ പറയാ, അവിടെ പഠിപ്പിക്കുവര്, പഠിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കണം നിങ്ങളാണ്. പഠിക്കുന്നു എന്നുള്ള പേരിലും പോകാം, പഠിക്കുകയും ചെയ്യാം, പഠിക്കാതിരിക്കുകയും ചെയ്യാം. നമ്മളാണ് അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവര് കാര്യങ്ങളൊക്കെ അത് ചെറുതായിട്ട് പറഞ്ഞു തരുന്നു, ബ്രീഫ് ചെയ്യും. ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയൊക്കെ അങ്ങ് ചെല്ലാം, അങ്ങനെ അങ്ങ് പറയും. ആ മാർഗം ഒന്ന് കാട്ടിത്തരിക എന്നുള്ള ലളിതമായ ഒരു ഉത്തരവാദിത്തമാണ് കോച്ചിങ് സെന്ററുകാർക്ക്. ഓക്കെ, ട്രൈ ഫോർ എ റെസിഡൻഷ്യൽ. കഴിവതും ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്യാമ്പസിൽ പോയി കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലക്ഷ്യം പഠനമാണ്. നമുക്ക് ഒരു ഉദ്യോഗാർത്ഥി, എനിക്ക് ജോലി നേടണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം, അല്ല നമ്മുടെ ഉദ്ദേശം എങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനാಗಿ വീട്ടിൽ പോകുന്നു, പിന്നെ അവിടെ വരുന്നു, അപ്പൊ നമുക്ക് ആ കോൺസെൻട്രേഷൻ കൃത്യമായി കിട്ടത്തില്ല. വീട്ടിൽ വന്നാൽ വീട്ടിലെ കാര്യങ്ങളായി, അതായി, പിന്നെ കുറച്ചു നേരം TV കാണണമെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കല്യാണത്തിന് പോകണമെന്ന് തോന്നും. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, അത് കുറ്റമല്ല, അത് അങ്ങനെയാണ്. അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പോയി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടുള്ള ചെലവുകളുണ്ടാവും. താമസത്തിന്റെ ചെലവ് വരും, ഭക്ഷണത്തിന്റെ ചെലവ് വരും, മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ അല്ല ഉദ്യോഗസ്ഥയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകുമെങ്കിൽ ഇതൊരു ചെലവല്ലെന്ന് ഞാൻ പറയും. പിന്നെ
കോച്ചിങ് സെന്റർ നടത്തുന്ന ആരെയും ഉദ്യോഗസ്ഥയാക്കി എല്ലാരെയും ഉദ്യോഗസ്ഥരാക്കാൻ അവർക്കിത് ബിസിനസ്സാണ്, ഇതൊരു വ്യവസായമാണ്. ഇതെന്നല്ല, എല്ലാം ഒരു വ്യവസായമാണ്. തുറന്നു പറയുകയാണ്, ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന് ഇതൊരു വ്യവസായമാണ്, എല്ലാവരും വ്യവസായമാണ്. എനിക്ക് ലാഭം കിട്ടണം, നിങ്ങൾക്ക് ലാഭം കിട്ടണം, ഇതാണ് എല്ലാവരുടെയും ചിന്ത. അപ്പം അവർക്ക് ബിസിനസ്സാണ്. കൂടുതൽ കുട്ടികൾ വരുന്നു, അതിൻ്റെ അകത്ത് കുറച്ച് പേരെങ്കിലും പരീക്ഷ എഴുതുന്നു, കുറച്ച് പേർക്കെങ്കിലും കിട്ടുന്നു, അപ്പം വീണ്ടും അത് പബ്ലിഷ് ചെയ്യുന്നു, അതിനെ വീണ്ടും ഇതാകുന്നു, വീണ്ടും കൂടുതൽ കുട്ടികൾ വരുന്നു. അപ്പം അവര് ഇത് നടത്തുന്നത് പ്രധാനമായും ഫോക്കസ് ചെയ്യും. അത് നമ്മുടെ മാത്രം ഉള്ളിൽ ഇരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ സാമ്പത്തികമൊക്കെ മുടക്കി നമ്മുടെ സമയം ചെലവഴിച്ച് നമ്മൾ നമ്മുടെ വീട്ടുകാരെ ഒക്കെ വിട്ട് നമ്മളൊരു സെന്ററിൽ പോയി പഠിക്കുന്നു. നമ്മളുടെ പ്രധാന ഉദ്ദേശം പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാന് മാർച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു 1200 1300 പേരെ കോച്ചിങ് സെന്ററിലുണ്ട്. ആദ്യം വന്നപ്പോ എന്റെ ബാച്ചിൽ 130 പേരോളം 130 കുട്ടികളോളം ഉണ്ട്. ഒരാഴ്ചയായി, ഒരു മാസമായി പയ്യെ പൊഴിഞ്ഞു തുടങ്ങി. വെക്കേറ്റ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ കൂടുതലും പെൺകുട്ടികളാണ്. വെക്കേറ്റ് ചെയ്ത് 1 മാസം 2 മാസം 3 മാസം 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും 30 130 എന്നുള്ള 65 50 ഒക്കെ ആയി. ആൾക്കാർ പൊക്കൊണ്ടേയിരിക്കുകയാണ്. ആൾക്കാര് പഠിക്കാൻ വന്ന ആൾക്കാർ പൊക്കൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക തന്നെ ചെയ്യും, പോകരുത്. അങ്ങനെ ആരും കോച്ചിങ് സെന്ററിലേക്ക് പോകല്ലെന്നേ ഞാൻ പറയൂ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൃഢമായ നിശ്ചയം വേണം, നിങ്ങൾ ജോലി കിട്ടിയിട്ടേ അവിടെ നിന്ന് വരുമെന്ന്. അവിടെ പോയി വെറുതെ കോച്ചിങ് സെന്റർ കണ്ടിട്ട് വന്നത് കാര്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ കോൾ ലെറ്റർ വരട്ടെ, നിങ്ങളുടെ കോൾ ലെറ്റർ വരട്ടെ, അപ്പോയിന്റ്മെന്റ് ഓർഡർ വരട്ടെ, വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൊടുന്ന് പോകണം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കോച്ചിങ് സെന്ററിന്റെ അടുത്ത് പോകേണ്ടതായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വേസ്റ്റ് ആണ്. നിങ്ങളുടെ സമയവും പോയി, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പിയർ ഗ്രൂപ്പ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഹൃത്തുക്കളില്ലാത്ത വ്യക്തികളാരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല, അല്ലെ? ഉറ്റ സുഹൃത്ത് നാളെ കോളേജിൽ വരുന്നില്ലേ, ഞാൻ ചിലപ്പോൾ വന്നില്ലെന്ന് വരും. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഇല്ലാത്ത ആരും തന്നെ ഇല്ല. സുഹൃത്തുക്കൾ തീർച്ചയായും വേണം. പക്ഷെ അത് പരിധി വിട്ടു പോകാൻ പാടില്ല. നിങ്ങൾ ഈ കോളേജിലേക്ക് വന്നപ്പോൾ തനിച്ചല്ലേ വന്നത്, അല്ലേ? ഈ കോളേജിൽ നിന്ന് പോകുമ്പോഴും തനിച്ചല്ലേ പോകുന്നത്? ആരും കൂട്ടുണ്ടോ? നിങ്ങൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തപ്പോഴും നിങ്ങൾ തനിച്ചല്ലേ? ഇവിടുന്ന് മരണം സംഭവിച്ച് നമ്മൾ പോകുമ്പോഴും നമ്മൾ തനിച്ച് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കോളേജിൽ, നമ്മുടെ എന്തെങ്കിലും കോളേജിൽ പ്രോഗ്രാം കൊടുക്കും, ഓഡിറ്റോറിയത്തിലാണ് പ്രധാനമായിട്ടും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു സെമിനാറോ എന്തോ ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ എനിക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ പോകാനായിട്ട് തയ്യാറായി. ഫസ്റ്റ് ഇയർ ആണ്, കോളേജിലോട്ട് വന്ന് ഒരു 3-4 മാസമൊക്കെ ആയതേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. കോളേജ് മൊത്തത്തിൽ തന്നെ ഒന്നും കണ്ടിട്ടില്ല, ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വരികയാണ്. അപ്പം പ്രോഗ്രാം പോകണ്ടേ നമുക്ക്, ബാക്കിയുള്ള കൂടെ ഞങ്ങളാരും വരുന്നില്ല. അതെന്തേ? ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ വേണേ പോക്കോ, നിനക്ക് വേണമെങ്കിൽ പൊക്കോ, ഞങ്ങൾ വരുന്നില്ല. അപ്പൊ അവരാരും പോകുന്നില്ല. അപ്പൊ എന്റെ ഇഷ്ടവും ഞാൻ അവർക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചു. അടുത്ത പ്രോഗ്രാം അപ്പോഴും ഇത് തന്നെ. അപ്പൊ ഞാനത് മനസ്സിലാക്കി, നിനക്ക് വേണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ, അവനവന് വേണമെങ്കിൽ അവനവൻ പോകാം. നിങ്ങൾ എന്തിന് ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്നു? ഈ കാര്യത്തിൽ എന്തിന് നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ കൂട്ടം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇത് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നില്ല എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞത് വസ്തുതയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തിരുത്തിക്കൂ.
ഇല്ല, നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്തു. അപ്പൊ ഇനി തമാശയായിട്ടാണെങ്കിലും ഞങ്ങൾ നടന്ന വേറൊരു അനുഭവം പറയാം. ഇതിനൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യം ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഒരു പ്രോഗ്രാം കോളേജിൽ നടന്നു. സെക്കൻഡ് ഇയർ ആണോ തേർഡ് ഇയറിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, തേർഡ് ഇയർ ആണെന്ന് തോന്നുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കാനായിട്ട്. അത് മറ്റൊന്നുമല്ല, അത് വുമൺസ് സെല്ലിന്റെ പ്രോഗ്രാം ആയിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അതവിടെ ചിലപ്പോൾ കസാരയില്ല, കാര്യം ഗേൾസ് എല്ലാം അവിടെ ഓഡിറ്റോറിയത്തിൽ ഞാൻ അറിഞ്ഞിരുന്നു. നമ്മൾ ഈ ജനലിലൊക്കെ പുറത്ത് നിന്നാണ് കണ്ടത്. അന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞപ്പോ അന്ന് ഈ പുരുഷ കസേരകളെല്ലാം വെളിയിൽ നിന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അങ്ങനെയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കോച്ചിങ് സെന്ററിൽ നമുക്ക് ധാരാളം ചോദ്യപേപ്പറുകൾ കിട്ടും. ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നായിട്ട് തന്നെ നമ്മളെടുത്ത് വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം. അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഒരു ചോദ്യം, ഒരു രീതിയിലുള്ള ചോദ്യം ഒന്നല്ലേ രണ്ട് വട്ടം ക്ലാസ്സിൽ കാണിച്ചു തരാം. അതുപോലെ ഒരു രീതിയിലുള്ള ചോദ്യം അതുപോലത്തെ ഒരു 5 എണ്ണം നമ്മൾ തന്നെ സ്വയം എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ക്ലാസ് ഫോർ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. കണക്കും റീസണിങ്ങും ഇംഗ്ലീഷിനുമാണ് പൊതുവെ കോച്ചിങ് സെന്ററുകളിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ 3 വിഷയമാണ് അവർ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. GA, GK, കമ്പ്യൂട്ടർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പഠിക്കുക തന്നെ വേണം. അത് തന്നെ പഠിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ സെന്ററിന്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തും ധാരാളം ചോദ്യപേപ്പറുകളുണ്ട്. ഓൺലൈൻ എക്സാം ആണ് ബാങ്കിലുള്ളത്. അപ്പൊ ഓൺലൈൻ എക്സാം നമ്മൾ കൃത്യമായി പ്രാക്ടീസ് വേണം. അതിന് കമ്പ്യൂട്ടർ സെന്ററുകളിൽ, കോച്ചിങ് സെന്ററിന്റെ അകത്തുള്ള കമ്പ്യൂട്ടർ സെന്റർ ആണ് ഞാൻ പറയുന്നത്. കമ്പ്യൂട്ടർ സെന്ററിൽ പോയി നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. 3 മണി ഇങ്ങനെ എക്സാം 3 മണിക്കൂറല്ല, ഷെഡ്യൂൾ അനുസരിച്ചുള്ള നമ്മൾ സമയം ഡിവൈഡ് ചെയ്തുകൊണ്ട് എക്സാം പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഹാളിൽ പോയി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ 2 റെഫറൻസ് പറയാനുള്ളത് careerpower.in, bankerstada.com. ഇത് രണ്ടും നമ്മുടെ ബാങ്ക് ജോലി നോട്ടിഫിക്കേഷനും കാര്യങ്ങളും, പുതിയ വേക്കൻസികളും, അതുപോലെ തന്നെ GA, GK ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സൈറ്റിൽ ഇങ്ങനെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങൾ ഓരോ മിനിറ്റിനും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സമയമില്ല, ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ 2 സൈറ്റ് ഒന്ന് റെഫറൻസ് ആയിട്ട് കരുതി വെച്ചോളൂ. അടുത്ത എക്സാം. പരീക്ഷ അല്ലേ. എക്സാം എങ്ങനെ? എക്സാം മോഡ് ഒബ്ജക്റ്റീവ്. ഓൺലൈൻ എക്സാം ആണ്, ഓൺലൈൻ മോഡാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് കേട്ടപ്പോഴേ നമുക്ക് ബാധ സമാധാനമായി. എന്തുവാണ് ഉത്തരം? ഈ 4 ഓപ്ഷൻ ആണുള്ളത്, 4 എണ്ണത്തിലുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എഴുതുന്ന ഉത്തരം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതൽ. 75% നിങ്ങൾ എഴുതാനുള്ള ഉത്തരത്തിനുള്ള സാധ്യത തെറ്റാണ്. 25% പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാവുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എഴുതാൻ. ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ല, കഥ എഴുതാൻ. എന്തെങ്കിലും എഴുതി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ വിട്ട് എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഡി ഗ്രേഡ് കിട്ടുന്ന രീതി അല്ല ബാങ്കിലേക്കുള്ള എക്സാം. കൃത്യ ഉത്തരം അറിയാമെങ്കിൽ മാത്രം. എഴുതുന്ന ഓരോ ഉത്തരത്തിന് 1 മാർക്ക്, പോയാൽ 1.25 മാർക്കാണ്. ശരിയായാൽ 1 മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കുകയും നിങ്ങൾ എഴുതുന്ന ഉത്തരം തെറ്റിയാൽ നിങ്ങൾക്ക് 1.25 മാർക്ക്, 1 മാർക്കും നെഗറ്റീവായ 1/4 മാർക്കും നഷ്ടപ്പെട്ടു പോകും. എക്സാമിൽ പ്രധാനമായിട്ടുള്ള സെക്ഷൻസ് QA, റീസണിങ്, ഇംഗ്ലീഷ്, GA ആൻഡ് കമ്പ്യൂട്ടർ. ഇതാണ് പ്രധാനമായിട്ട് ഉള്ള സെക്ഷനുകളുള്ളത്. അടുത്ത എക്സാം, പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ചെറിയൊരു ടൈം കീപ്പാണ്. ചേഞ്ച് സെഷൻ ആഫ്റ്റർ പെർട്ടിക്കുലർ ടൈം. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ QA, റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ 4 ഭാഗമുണ്ടല്ലോ. 4 ഭാഗമുണ്ട്.
ഈ 4 ഭാഗത്തിലും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് 40 മാർക്കാണെങ്കിൽ അതിനൊരു 12 മാർക്ക്, GAക്ക് ഒരു 11 മാർക്ക്. നിങ്ങൾ ഈ GAയും കമ്പ്യൂട്ടറും ഇംഗ്ലീഷും റീസണിങ്ങും ചെയ്ത് QA ചെയ്തില്ലെങ്കിൽ QA നിങ്ങൾക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് പാസ് ആകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഫെയിൽ ആവും. ഓവറോൾ മാർക്ക് അല്ല നോക്കുന്നത്, ഓവറോൾ മാർക്കിന്റെ ഒപ്പം തന്നെ സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എല്ലാ മേഖലകളിലും നമുക്ക് വിവരം ഉണ്ടായിരിക്കുന്നതാണ് അവർ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുറേശ്ശെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ സെക്ഷനുകളിലും അറ്റൻഡ് ചെയ്തേ തീരും. അതുപോലെ തന്നെ സമയം, നമ്മൾ ഈ പറഞ്ഞ പോലെ സമയം കൊടുക്കുമ്പോഴത്തേക്കും അത് ഡിവൈഡ് ചെയ്യും. കമ്പ്യൂട്ടറിൽ ഓൺലൈൻ ആയതുകൊണ്ട് കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ ടൈം ഉണ്ട്. നമ്മൾ ഓരോ ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ മിനിറ്റ് അത്രയും കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് ക്ലാസ് സെഷൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ഇതിലേക്ക് പോകണം. ഡോണ്ട് സ്റ്റിക്ക് ഓൺ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ തന്നെ QA ചെയ്യുക. നമ്മൾ ആദ്യം QA ചെയ്യുമ്പോൾ എന്തുവാ, ആദ്യം 2 ചോദ്യം ചെയ്തു, 3ാമത്തെ ചോദ്യം വളരെ പ്രയാസം, കുറെ നേരമായി ചെയ്യാൻ തോന്നിട്ട് കിട്ടുന്നേ ഇല്ല. പ്ലീസ് ഡോണ്ട് സ്റ്റിക്ക് ഓൺ. നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. സമയമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാമല്ലോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാതിരിക്കുന്നു. തിരിച്ച് നമുക്ക് വന്ന് വീണ്ടും നമുക്ക് സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യാം. അതുകൊണ്ട് പ്രയാസകരമായ ചോദ്യങ്ങളിലെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല. ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്, കോച്ചിങ് സെന്റർ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നന്നായിട്ട് കോച്ചിങ് സെന്ററിൽ പോയിട്ട് നന്നായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ടേബിൾ ഷുഡ് ബി ലേൺ. പട്ടിക എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നത്. കർശനമായിട്ടും നമ്മുടെ എക്സാമിന് ഗുണം ചെയ്യും. 1 തൊട്ട് 20 വരെയുള്ള പട്ടിക ബൈഹാർട്ടായിരിക്കണം. 1 തൊട്ട് 20 വരെ, 1 തൊട്ട് 10 വരെയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 20 വരെയും ബുക്കിലൊക്കെ ഉണ്ട്, പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പുസ്തകത്തിലുണ്ടത്. അപ്പൊ 1 തൊട്ട് 20 വരെ കൃത്യമായും പട്ടിക നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ചാൻസ് ഫോർ കമ്പ്യൂട്ടർ ആണ്, ടെക്നിക്കൽ സൈഡാണ് അല്ലെ, മെഷീൻ വെച്ചുള്ള പരിപാടിയാണ്, മാനുവലി അല്ല, ഓൺലൈൻ ആണ്. ഓൺലൈൻ നമ്മുടെ സെന്റർ നമ്മുടെ ഭാഗ്യവും പോലെ ഇരിക്കും. ചിലപ്പോൾ കമ്പ്യൂട്ടർ നിന്ന് പോയതിരിക്കും, ചിലപ്പോൾ കമ്പ്യൂട്ടർ എന്തെങ്കിലും എറർ വന്നിരിക്കാം. കുറച്ചു നേരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മൗസ് പിന്നെ വർക്ക് ചെയ്തില്ല, മൗസ് അനങ്ങുന്നുണ്ട്, കർസർ അനങ്ങുന്നുണ്ട്. നോക്കുമ്പോൾ സമയം പൊക്കോണ്ടേ ഇരിക്കുക. ഉടനെ നമ്മൾ വിളിക്കും, അത് വർക്ക് ചെയ്യുന്നില്ല സാറേ, ഒന്ന് വന്ന് നോക്കൂ. അവര് വന്നിട്ട് പറയും, എന്താ ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ സമയം എവിടെയും നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മൊത്തം ഹോൾ സിസ്റ്റം ഡിസ്റ്റർബ് ആയി, നമ്മളും ഡിസ്റ്റർബ് ആയി, കൂടെ അടുത്തിരിക്കുന്നവരെല്ലാരും ഉണ്ടെങ്കിൽ എങ്ങോട്ട് കൊണ്ടെത്തുന്നു, എന്താ എല്ലാം. അതുകൊണ്ട് അങ്ങനെയുള്ള ചില സാധ്യതകളും വിരളമായ ചില സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത്രയുമാണ് എക്സാമുകളെ പറ്റി ഇപ്പം പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് PO പ്രൊബേഷണറി ഓഫീസറിന്റെ എക്സാമില് ആദ്യം പ്രിലിംസ്. അതെങ്ങനെയാണ്? ഇംഗ്ലീഷ് 30 ചോദ്യം 30 മാർക്ക്, QA 35 ചോദ്യം 35 മാർക്ക്, റീസണിങ് എബിലിറ്റി 35 ചോദ്യം 35 മാർക്ക്. അങ്ങനെ 100 മാർക്ക് 100 ചോദ്യം, മൊത്തം കൂടെ 1 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ട് 100 ചോദ്യം. ഞാൻ ആദ്യമായി പറഞ്ഞു, യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന പോലെയല്ല നമ്മൾ ബാങ്ക് എക്സാം എഴുതുന്നത്. അത് അതിൻ്റെതായ രീതി, അവിടെ അതാണ് ആവശ്യം. ഇവിടെ വേറെ രീതി, ഇതാണ് ആവശ്യം. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറിക്കോളും, നമ്മൾ ജെല്ലായിക്കോളും ഓരോന്നായിട്ട്. ഇവിടെ ഇംഗ്ലീഷ് 30 എഴുതാൻ പറ്റിയാൽ ഭാഗ്യം, QAക്ക് 35 അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഭാഗ്യം. അപ്പം എല്ലാത്തിലും മിനിമം കട്ട് ഓഫ് മാർക്ക് രീതിയിൽ കുറഞ്ഞത് അറ്റൻഡ് ചെയ്യുന്നത് വേണം. ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യണം. 1 മണിക്കൂറിൽ 100 ചെയ്യുന്നതിലല്ല കാര്യം, ശരിയായിട്ടുള്ള ഒരു 60 ചോദ്യമെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതിനാണ്. PO ഒക്കെ ആകുമ്പോൾ കട്ട് ഓഫ് വീണ്ടും കുറയും. 100ന്റെ ഒരു 55, 50, 40 വരെയൊക്കെ ആകാം. PO ഇച്ചിരി ടഫാണ്.
ഓഫീസർ, ക്ലറിക്കലിന്റെ കൂടാതെ കുറച്ചുകൂടെ ടഫാണ് PO എക്സാമിനേഷൻ. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, അറിയാവുന്ന ചോദ്യം മാത്രം എഴുതുക. അപ്പൊ അതിൻ്റെ അത് പ്രധാനമായിട്ട് സിലബസ് നോക്കാം. റീസണിങ്, QA, ഇംഗ്ലീഷ്, റീസണിങ്, ലോജിക്കൽ റീസണിങ്, ആൽഫാന്യൂമറിക്, റാങ്കിങ്, ഡേറ്റ സഫിഷ്യൻസി, കോഡ് ഇൻഇക്വാളിറ്റീസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിംഗ്, ടാബുലേഷൻ, അങ്ങനെ QA പോയ സിംപ്ലിഫിക്കേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സ്ചേഴ്സ്, അലിഗേഷൻ, ഇതെല്ലാം കണ്ടല്ലോ. വർക്ക് ആൻഡ് ഡിസിപ്ലിൻ, ഇതിൻ്റെ അകത്തെല്ലാം ഇപ്പം ലോജിക്കൽ റീസണിങ്, അതിന്റെ ആ ഹോൾ ചാപ്റ്റർ പഠിച്ചാൽ അതിന് 1 മാർക്ക്. 1 മാർക്കിന് വേണ്ടിയാണ് നമ്മൾ ആ ഹോൾ ചാപ്റ്റർ. നിങ്ങൾ ആ 1 മാർക്ക് അത് പഠിക്കാതിരുന്നാൽ 1 മാർക്ക് പോകുന്നല്ല, ചിലപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്തായി. ആ 1 മാർക്കിനായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്താകുന്നത്. ഓരോ മാർക്കും പ്രധാനപ്പെട്ടതാണ്. 1 മാർക്ക് കൂടിയാ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് റാങ്കിൽ വ്യത്യാസം വരാം. റാങ്കാണ് ഇവിടെ പ്രധാനം. അപ്പൊ മാർക്ക് കുറയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക, കൂടിയില്ലെങ്കിലും കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഒഴിവാക്കുക. അതുപോലെ തന്നെ എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നേടിയെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതാണ് PO പ്രിലിംസ് എക്സാമിനേഷന്റെ സിലബസ്. അപ്പൊ ആദ്യം നമ്മൾ പ്രിലിംസ് എഴുതി. പ്രിലിംസ് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് എക്സാം കഴിയുമ്പോഴത്തേക്കും അവർ കട്ട് ഓഫ് ഇടും. ആ കട്ട് ഓഫിലുള്ള ആൾക്കാരെ എല്ലാം മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് അവർ കോൾ ചെയ്യും. അവിടെ ഇതുപോലെ തന്നെ റീസണിങ്, ഡേറ്റ അനാലിസിസ്, ജനറൽ ഇംഗ്ലീഷ്, ഇതാണ് സബ്ജക്ട്. ഇവിടെ 45 ചോദ്യം, 35 ചോദ്യം, ജനറൽ 40, ഇംഗ്ലീഷ് 35, അങ്ങനെ 155 ചോദ്യം, 200 മാർക്ക്. 60, 60, 40, 40, 200. സമയം കൊടുത്തിട്ടുണ്ട് 60 മിനിറ്റ്, 45 മിനിറ്റ്, 35 മിനിറ്റ്, 40 മിനിറ്റ്, അങ്ങനെ മൊത്തം 3 മണിക്കൂർ. ഇത് ഇച്ചിരി വലിയ പരീക്ഷയാണ്. ഇച്ചിരിയും കൂടെ കടുപ്പം. പ്രിലിംസിനേക്കാൾ കുറച്ചുകൂടെ പ്രയാസമായിരിക്കും മെയിൻസ്. അപ്പൊ ആ എക്സാം പാസ്സായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വരും. ഇനി ഇതിന്റെ സിലബസ് അതിനേക്കാളും കട്ട് ചെയ്യാൻ ഞാൻ മുമ്പേ പറഞ്ഞത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ, കമ്പ്യൂട്ടർ, ടാബുലർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, റഡാർ ഗ്രാഫ്, കാസ്ലെറ്റ്, മിസ്സിംഗ് കേസ് ഡി, ലെറ്റിറ്റ് കേസ് ഡി, അങ്ങനെ നീളും. ഓരോന്നോരോന്നായിട്ട് ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ഓരോന്നോരോന്നായി തന്നെ നാം പഠിക്കും. ഓരോന്നോരോന്നായിട്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാം പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പം നമ്മൾ 2 സ്റ്റേജ് കഴിഞ്ഞു. ആദ്യം നമ്മൾ പ്രിലിംസ് കഴിഞ്ഞു, പിന്നെ മെയിൻസ് കഴിഞ്ഞു. മെയിൻസിൽ ജയിച്ച് മെയിൻസ് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഞാൻ അന്നേരം മുമ്പേ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, ന്യൂസ് പേപ്പർ വായിച്ചതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിവത് ഒരു ദിവസം ഒരു A4 ഷീറ്റിൽ ഒരു എസ്സേ എഴുതാൻ ശ്രമിക്കുക. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും, ഇന്ന് ഒരു വിഷയത്തെ പറ്റി, എന്തെങ്കിലും ഒരു ഈവന്റിനെ പറ്റി, എന്തിനെങ്കിലും പറ്റി ദിനം പ്രതി ഒരു എസ്സേ എഴുതാനായിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ നിരന്തരം കീപ്പ് ചെയ്യണം. അതിലൊരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് ആകത്തുള്ളൂ. നിങ്ങൾ അത് സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ does it is 50 paper of 30 minutes duration with 2 questions. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ റൈറ്റിംഗ്, ഒരു എസ്സേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഇത് ഈ 30 മാർക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ മെയിൻസിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ്. ഇതിനും അതേ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതും 2 കാര്യങ്ങളും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ, എഴുതുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറെ കൂടെ സാധിക്കും. ഇത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ മെയിൻസ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂയിലേക്ക് എത്തിയിരിക്കുകയാണ്. എക്സാമുകൾ 2 കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇന്റർവ്യൂയിലേക്ക് പോകണം. അപ്പൊ ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പം എന്താണ്, ടേക്ക് ലൈറ്റ് ഫുഡ്, ഡ്രിങ്ക് ലെസ് വാട്ടർ. നമ്മൾ ഇന്റർവ്യൂവിന്റെ അന്ന് രാവിലെ വളരെ ലഘുവായ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്. അതുപോലെ തന്നെ രാവിലെ ഇന്റർവ്യൂ മുമ്പ് കുറച്ച് വെള്ളം, ശകലം, നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ള ശകലം വെള്ളം മാത്രം കുടിച്ചിട്ട്
നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു എൻ്റെ ഞാൻ കോച്ച് സെന്ററിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ചെറിയ അനുഭവം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാം. അന്ന് ഞങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒന്നുണ്ട്. ഇംഗ്ലീഷിന്റെ ക്ലാസ് ഓഡിറ്റോറിയത്തിൽ, അതോടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിൽ എല്ലാ ഓൾ ബാച്ചസിനെ ഒന്നിച്ച് എത്തിയാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുന്നത്. വലിയ ഓഡിറ്റോറിയമാണ്. AC ആണ്, AC ഇട്ട വലിയ ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നത്. ഒന്ന് AC ആണ് ഇട്ടേക്കാണ്, രണ്ട് പുറത്ത് നല്ല മഴയാണ്. അപ്പൊ 3-3.5 മണിക്കൂറാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ്. ഈ സമയത്ത് നമ്മള് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ തുടങ്ങും. അപ്പം ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ ഒന്നും പറഞ്ഞില്ല, അവർ പുറത്തേക്ക് പോകുന്നു വരുന്നു, പുറത്തേക്ക് പോകുന്നു വരുന്നു. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടറിലേക്ക് വന്നു. ക്ലാസ്സിനടുത്തേക്ക് വന്നിട്ട് ക്ലാസ്സിലുള്ള അധ്യാപകനോട് വിളിച്ചിട്ട് എന്തോ കാര്യമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ നമ്മുടെ ഇംഗ്ലീഷ് സാർ നമ്മളെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്റർവ്യൂ ഹാളിൽ ഇരിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ SBI PO എക്സാം ഒക്കെ എഴുതി എക്സാം പാസ്സായി ഇന്റർവ്യൂ ഹാളിലായിരിക്കും. നിങ്ങൾ ഇന്റർവ്യൂ ഹാളിൽ ചിലപ്പം 2, 3, 4, 5 മണിക്കൂർ വരെ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ടേണിന് വേണ്ടിയിട്ട്. ഇന്റർവ്യൂ ഓരോരുത്തരെയാണ് വിളിക്കുന്നത്, അല്ലെ? ചിലപ്പോൾ ആ ഫ്ലോറിൽ തന്നെ ബാത്റൂം ഫെസിലിറ്റി ഇല്ലായിരിക്കാം. ചിലപ്പോൾ ആ ഫ്ലോറിൽ അങ്ങനെ ഒരു ബാത്റൂം ഫെസിലിറ്റി ഒന്നും ഇല്ലായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം സാറ് പറഞ്ഞു, ഇങ്ങനെ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന മഴയല്ലേ, അവര് 2-3 മണിക്കൂർ ആയില്ലേ അതിന് പോയിട്ട് വരട്ടെ. അപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ പറയുന്നത് പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ടേക്ക് ലൈറ്റ് ഫുഡ്, ഡ്രിങ്ക് ലെസ് വാട്ടർ. കുറച്ച് വെള്ളം ആവശ്യത്തിന് മാത്രം കഴിക്കുക, പങ്കെടുക്കാൻ വേണ്ടി. ബി പ്ലസന്റ്, ബി പോസിറ്റീവ്, സ്മൈലിംഗ് ഫേസ്, ചിരിച്ച മുഖം. എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? ചിരിച്ചോണ്ട് പറയാം. നമ്മൾ ബാങ്ക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല, അങ്ങനെ പറയുന്നേക്കാൾ നല്ല സാറേ അത് ചില പ്രശ്നമുണ്ട്, നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ചിരിച്ചിട്ട് തന്നെ നമുക്കൊരു കാര്യം, ബാങ്കിലെന്നല്ല എന്ത് കാര്യവും, നമ്മുടെ ചുറ്റുമുള്ള എന്ത് കാര്യം ആരോട് പറയുമ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലാത്തത്, നമുക്ക് ചെയ്യാൻ നമ്മളെ പ്രായോഗികമായിട്ടല്ലാത്തതുമായ കാര്യങ്ങൾ നോ എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ അത് ചിരിച്ച മുഖത്തോടെ പറഞ്ഞാൽ അത് കേൾക്കുന്ന മനസ്സിലാക്കാൻ സാധ്യത. അപ്പം പ്ലസന്റ് ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടി, വളരെ പോസിറ്റീവായിട്ട്, സ്മൈലിംഗ് ഫേസോടുകൂടി തന്നെ വേണം ഇന്റർവ്യൂവിനെ നമ്മൾ ഫേസ് ചെയ്യാൻ. ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇന്റർവ്യൂ പങ്കെടുക്കുകയാണെങ്കിൽ അവരെ പേഴ്സണൽ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കൂടുതലും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, എനിക്ക് സഹോദരിയുണ്ട്, ഞാൻ എൻ്റെ വീട് ഇവിടെയാണ്, അതല്ല പേഴ്സണൽ. നിങ്ങളെ പറ്റിയാണ് പറയേണ്ടത്, നിങ്ങളെ പറ്റിയാണ് പറയേണ്ടത്. നിങ്ങൾ കോളേജിൽ ഇന്ന ഇത് കഴിഞ്ഞു, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഇന്ന കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതിലൊക്കെ ഞാൻ പങ്കാളിയായിരുന്നു, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ എല്ലാവരോടും ചെല്ലാം, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അത് നേടി, ഞാൻ ഇത് നേടി എന്ന് നമ്മൾ അവരോട് അങ്ങോട്ട് പറയണം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് അവര് നിങ്ങളോട് ചോദിച്ചാൽ ഭാഗ്യം അവർ നിങ്ങളോട് ചോദിക്കത്തില്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, അങ്ങനെ നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്, വളരെ വിരളമാണ്. അവരിങ്ങോട്ട് നമ്മളോട് ചോദിക്കാൻ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ അവരിപ്പോ ചോദിക്കുകയാണ്, ശരി SBIയുടെ ചെയർമാന്റെ പേര് പറഞ്ഞു, നമുക്ക് SBIയുടെ ചെയർമാന്റെ പേര് അറിയത്തില്ല. അപ്പൊ സാർ എനിക്ക് SBIയുടെ ചെയർമാന്റെ പേര് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഇന്ന ബാങ്കിന്റെ ചെയർമാന്റെ പേര് അറിയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ തുടങ്ങി അങ്ങ് പറയണം. ആ വിഷയത്തെ ആസ്പദമാക്കി ഏച്ച് കെട്ടി നമ്മൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതരേഖ നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കും.
നമ്മൾ അത് ബൈഹാർട്ട് ചെയ്യണം. നമ്മൾ ഒരു മിറർ എടുത്തു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ തന്നെ താനെ പറഞ്ഞു പഠിക്കണം. കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു പഠിക്കണം. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇത്ര വർഷത്തെ ഇത് ഇന്ന വർഷം പഠിച്ചിരുന്നു, ഇതുപോലെ ഇത്ര ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എനിക്ക് ഞാൻ ഫ്രണ്ട്ലി ആണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളൊക്കെയാണ്, എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പറയുന്നത്. അത് അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ ഇത്ര ഈ പറഞ്ഞ ഇന്ന ആക്ടിവിറ്റികളൊക്കെ പങ്കെടുത്തിരുന്നു എല്ലാം പറയണം. ഒരു കാരണവശാലും നമ്മളുടെ രാഷ്ട്രീയം നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ പ്രസന്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന ഈ കേട്ടോണ്ടിരിക്കുന്ന ഈ പറയുന്ന ഞാൻ അടക്കം എല്ലാവർക്കും രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയമാണ് പറയാം. ഞാൻ ഇന്ന പേപ്പറാ വായിക്കുന്നതെന്ന് പറയുന്നതാണ് നമ്മുടെ രാഷ്ട്രീയം. അതിലുണ്ട് രാഷ്ട്രീയം. ഞാൻ മാതൃഭൂമിയാണ് വായിക്കുന്നതെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. അല്ല, ഞാൻ മനോരമയാ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും രാഷ്ട്രീയമാണ്. അപ്പൊ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. അപ്പൊ രാഷ്ട്രീയം എനിക്ക് ഇല്ലെന്ന് പറയുന്നതൊക്കെ, പക്ഷെങ്കിൽ അത് ബോർഡിൽ, ആ ഇന്റർവ്യൂ ബോർഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ അവർ ചോദിക്കും, നിങ്ങൾക്ക് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടൊക്കെ ബന്ധമുണ്ടോ? അങ്ങനെ ചാടി കയറി പറഞ്ഞേക്കില്ല ഞാൻ BJP, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ആണ്, അല്ല ഞാൻ LDF ആണ്, അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ല. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ലെന്നേ പറയാവൂ. രാഷ്ട്രീയം പറയാനല്ല നിങ്ങളെ ബാങ്കിലേക്ക് കൊടുക്കും. എന്ത് ചോദിച്ചാലും എന്ത് പറയണം? നമ്മൾ കൂടുതലും ഗവൺമെന്റ് പോളിസീസിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കും. 2014 NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താ? എല്ലാവർക്കും ഒരു അക്കൗണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഈ എക്കണോമിയുടെ ഭാഗമാക്കാൻ നോക്കും. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ ഇന്റർവ്യൂ പങ്കെടുക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എല്ലാവരെയും ഇതിന്റെ അകത്ത് ഭാഗമാക്കുക. അതിനെയൊക്കെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഞാൻ എപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്താണ് സാർ. എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പ്രസന്റ് ചെയ്യാവൂ. പിന്നെ നമ്മൾ ഏത് ബാങ്കിന്റെ ഇന്റർവ്യൂവിനാ പോകുന്നെങ്കിൽ അതിനു മുമ്പായി നമ്മളുടെ ജീവിത രേഖ തയ്യാറാക്കുന്ന പോലെ നമ്മൾ ബാങ്കിനെ പറ്റി ഒന്ന് പഠിക്കണം. ബാങ്കിന്റെ വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ. ബാങ്കിൽ എന്തുവാ നിങ്ങളെ ജോലിക്ക് വിടുന്നത്? നിങ്ങൾ എന്തിനാ ബാങ്കിലേക്ക് പോകുന്നത്? അതും ഇതുപോലെ തന്നെ, ഇത് വ്യവസായമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വ്യവസായമാണ്. അവിടെ ഒരു ബൊക്കെ ഓഫ് പ്രോഡക്ട്സുമായിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. നമ്മളൊരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിറയെ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ ഒരു ബൊക്കെ ഓഫ് പ്രോഡക്ട്സുമായിട്ടാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലോൺ വേണോ, ഡെപ്പോസിറ്റ് തരാമോ, ഇൻഷുറൻസ് വേണോ, POS മെഷീൻ വേണോ, അങ്ങനെ 100 കാര്യങ്ങൾ കൊടുക്കാനായിട്ടാണ് നമ്മൾ ബാങ്ക് ഉദ്യോഗസ്ഥരെ അവിടെ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബാങ്ക് പ്രോഡക്റ്റുകളെ പറ്റി നല്ല രീതിയിൽ ഒരു അറിവ്. ഇപ്പൊ നമുക്ക് SBI ഇന്റർവ്യൂ നമ്മൾ വിളിക്കുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ SBIയുടെ ലേറ്റസ്റ്റ് പ്രോഡക്ട്സിനെ പറ്റി നല്ല രീതിയിൽ പഠനം നടത്തണം. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകളെ പറ്റി ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. അതിനെ പറ്റി ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ്, എന്താ ഹൗസിംഗ് ലോൺ ഇത്ര, കാർ ലോൺ ഇത്ര, ബൈക്ക് ലോൺ ഇത്ര, പേഴ്സണൽ ലോൺ ഇത്ര, എഡ്യൂക്കേഷൻ ലോൺ ഇത്ര, അതിനെപ്പറ്റി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര. ആരാണ് അതിന്റെ ഫൗണ്ടർ, ഇപ്പോഴത്തെ MD ആരാണ്, എത്ര വർഷമായി, ഏത് വർഷം വന്നു, അങ്ങനെ ബാങ്കിനെ പറ്റി നല്ല രീതിയിൽ പഠിക്കുക. അതും നമ്മളെ പ്രയോജനം ചെയ്യും. നമുക്ക് എന്തറിയാമോ എന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് എന്തറിയാമോ അത് ഞാൻ ആ 5 മിനിറ്റിൽ അവരുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കണം. അവരിങ്ങോട്ട് ചോദിക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അവരെന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസ് ചെയ്താൽ പിന്നെ നമ്മൾ കൈകാര്യം ചെയ്തോണം. നമ്മൾ വീണ്ടും വിട്ടുകൊടുക്കല്ലേ. പിന്നെ ബാറ്റൺ കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവര് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 75% നമുക്ക് അറിയാത്തതായിരിക്കാം. അപ്പൊ അവര് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയണം. നമ്മൾ കൂടുതൽ വാചം അടിക്കുന്ന ആൾക്കാരെ ആ ബാങ്കിൽ വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബൊക്കെ പ്രോഡക്ട്സ് വിൽക്കണം. ഇത് കച്ചവടം ചെയ്യാനാണ് അവിടെ കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആള് വരുമ്പോൾ തല കുരിച്ച് ഇങ്ങനെ ഇരിക്കാനല്ല. ചിരിച്ചോണ്ട് സംസാരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനം സെയിൽ ചെയ്യണം. ബാങ്കിൽ 3 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നല്ല ഞാൻ പറയാണ്, 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ സമർത്ഥനാന്ന് ഞാൻ പറയും. ഒന്ന്, നമ്മുടെ ജീവിതം നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലൈൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കർശനമായി അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ് കംപ്ലൈൻസ്. അതറിയത്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയത്തില്ല. 2, ക്രെഡിറ്റ്. ഡെപ്പോസിറ്റ് കിട്ടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമില്ല. പക്ഷെ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ, നമ്മൾ ലോൺ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ അടിപൊളി പഠിക്കണം.
ക്രെഡിറ്റ് നന്നായിട്ട് അറിയാം. ക്രെഡിറ്റ് അറിയാവുന്നവര് എടുത്തോണ്ട് പോകും. ക്രെഡിറ്റ് അറിയാമെങ്കിൽ വലിയ കാര്യം. ഈ മൂന്നാമത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഇത് മൂന്നും അറിയുന്നവര് പുലി എന്ന് പറയും. ഇത് മൂന്നും അറിയാവുന്നവര്. അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ ഈ മൂന്നാമത്തെ കാര്യം സെയിൽസ് ഓർ മാർക്കറ്റിംഗ്, ഇത് ഈ ഒരു ആദ്യം നമുക്ക് കംപ്ലൈൻസിനെ പറ്റിയോ ക്രെഡിറ്റിനെ പറ്റിയോ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നമുക്ക് ഇന്റർവ്യൂ കൂടി സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ പുതിയ ആളാണ്, നിങ്ങൾക്ക് ക്രെഡിറ്റിനെ പറ്റി അറിയത്തില്ല, നിങ്ങൾക്ക് കംപ്ലൈൻസിനെ പറ്റി അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന എന്തുവാ, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അറിയാവുന്ന നമ്മൾ അവരെ ധരിപ്പിക്കുക വേണ്ടത്. ഞാൻ പറഞ്ഞു, നമ്മളെ ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യമായിട്ട് ജെല്ലാകുന്ന ആളായിരിക്കണം. നമ്മളെല്ലാം പേഷ്യൻസോടെ കേൾക്കുന്ന ആളായിരിക്കണം. ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ ഒരാളെ കിട്ടുന്നത് വലിയ പാടാണ്. പക്ഷെ നമ്മൾ ക്ഷമയോടെ കേൾക്കാൻ പഠിക്കണം. നമുക്ക് സ്വയം ക്ഷമ വേണം. പേഷ്യൻസ് നന്നായി വേണ്ട ഒരു ജോലിയാണ് ബാങ്ക് ജോലി. അപ്പോ പറഞ്ഞു വന്നത് ബാങ്കിന്റെ പ്രോഡക്ട്സിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ടെന്ന് നമുക്ക് അന്നേരം കച്ചവടം ചെയ്യാൻ പറ്റൂ. ആ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമ്മൾ ഇന്റർവ്യൂ കൂടി ഇരിക്കും, നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. നിങ്ങൾ ആ നിമിഷം നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നതോടുകൂടി നിങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥരായി, ഞാൻ ഉറപ്പിച്ചു പറയും. അപ്പൊ ഇതൊക്കെ ഒന്നെങ്കിലും ഇതിനൊപ്പം തന്നെ ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉണ്ടാകും. അതാണ് ഇന്റർവ്യൂവിനെ പറ്റി നമുക്ക് ഇപ്പം പറയാനുള്ളത്. ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലറിക്കൽ കേഡറിലേക്ക് ഇല്ല, ഇന്റർവ്യൂയോട് തീരുകയാണ്. എന്നാൽ പ്രൊബേഷണറി ഓഫീസർക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ GD വളരെ പ്രധാനപ്പെട്ട. എന്താണ് GD? അവരൊരു വിഷയം നമുക്ക് തരും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, അതിന്റെ പ്രയോജനം നമുക്ക് ഇവിടെ വരും. പത്രം വായിക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കും. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരു അറിവുണ്ടാകും. നമ്മൾ അതിനെ പറ്റിയൊക്കെ ആഴ്ത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം ഒരു ഭാഗ്യവശാൽ നമുക്ക് കിട്ടുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അതൊരു പ്രശ്നമേ അല്ലെന്ന് ഞാൻ പറയുന്നു. GDയിൽ ഒരു ടോപ്പിക്ക് നമുക്ക് തരും. അപ്പൊ അതിനകത്തൊരു ആദ്യം ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സംസാരിക്കും. പിന്നെ ആ വിഷയത്തെ ആ പറഞ്ഞ ആളെ പറ്റി ഇതിനെ പറ്റിയുണ്ട് അവരുടെ അഭിപ്രായം ചേർത്ത് അടുത്ത ആൾക്കാരെ സംസാരിക്കും. ഇവിടെ അവർ ശ്രദ്ധിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ഇപ്പൊ ടൈറ്റാനിക് എന്നുള്ള വിഷയം, ടൈറ്റാനിക്കിനെ പറ്റി ഇപ്പൊ എന്നെ അറിയാവുന്നേ, ഇന്ന പോലെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, അത് ഈ വർഷം ഇറങ്ങി, അങ്ങനെ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ എന്താണ്, അവര് നോക്കുന്നതൊന്നുമല്ല നിങ്ങൾക്ക് ടൈറ്റാനിക് എന്നുള്ള വിഷയത്തെ പറ്റിയുള്ള അറിവല്ല അവർ ശ്രദ്ധിക്കുന്നത്. അവര് നിങ്ങളുടെ ഇനിഷ്യേറ്റീവ്നെസ് ആണ്. എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം, ഇന്നതാണ് കാര്യം, ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഇനിഷ്യേറ്റീവ്നെസ്, അതാണ് അവർക്ക് വേണ്ടത്. ധൈര്യത്തോടെ എഴുന്നേറ്റ് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ആവശ്യം. കരയുന്നതും ഇമോഷൻസും അല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത്. മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള കഴിവുള്ള സമർത്ഥരായ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെയാണ് ഏതൊരു സ്ഥാപനത്തിനും ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആദ്യം ആ സബ്ജക്റ്റിനെ പറ്റി ഒരാൾ സംസാരിക്കും, പിന്നെ ഓരോരുത്തരായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരാൾ കൺക്ലൂഡ് ചെയ്തെന്ന് GD സംസാരിക്കും. നിർബന്ധമായും GDയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ആ വിഷയത്തെ പറ്റി കുറഞ്ഞത് 4 വാക്യമെങ്കിലും പറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പരാജയപ്പെടും, നമ്മൾ അത് പാസ്സാകുന്നില്ല. ഓക്കെ. ഇനി ട്രെയിനിങ് വിൽ ബി കണ്ടക്ട് അറ്റ് ദ ട്രെയിനിങ് സെന്റേഴ്സ് ഓഫ് റെസ്പെക്റ്റീവ് ബാങ്ക്സ്. ട്രെയിനിങ് നമ്മുടെയൊക്കെ ഒരു ധാരണയാണ്, നമ്മൾ നേരെ ജോലി കിട്ടിയിട്ട് നേരെ നമ്മൾ ട്രെയിനിങ് സെന്ററിലേക്കാണ് വരുന്നത്. ഒന്നുമല്ല. ബാങ്കിൽ ട്രെയിനിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ട്രെയിനിങ് പഠിക്കുന്നത്. അതുവരെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കൗണ്ടറിന് നേരെ കൊണ്ടുപോയി ബാങ്കിൽ കൗണ്ടറിൽ കൊണ്ടുപോയി എത്തും. അവിടെ ഇരുന്ന് ആദ്യം പാസ്ബുക്ക് പ്രിന്റ് ചെയ്യാൻ പഠിക്കും, പിന്നെ ആദ്യം കഴിഞ്ഞ് പേയ്മെന്റ് കൊടുക്കാൻ പഠിക്കും, പൈസ മേടിക്കാൻ പഠിക്കും, കൊടുക്കാൻ പഠിക്കും. അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സിന്റെ നിന്നൊക്കെ ചീത്തയൊക്കെ കേട്ടതിന് ശേഷം പയ്യെ ഓരോന്ന് പഠിച്ച് ഏറെക്കുറെ ആയി കഴിയുമ്പോൾ നമ്മൾ ട്രെയിനിങ് വിടും. അപ്പൊ നമുക്ക് പോയി ട്രെയിനിങ് പങ്കെടുക്കാവുന്നതാണ്. ട്രെയിനിങ്ങിനകത്ത് വലിയൊരു കാര്യമില്ല, എക്സ്പീരിയൻസ് ആണ് പ്രധാനം. അത് നമുക്ക് അല്ലാതെ തന്നെ കിട്ടും. ഇപ്പൊ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞു, ജോലി കയറിയിരിക്കുകയാണ്.
ഇപ്പൊ നമ്മള് ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി കയറിയ ശേഷം ഇനി ബാങ്ക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രണ്ട് കാര്യങ്ങൾ, രണ്ട് എക്സാം വളരെ പ്രധാനപ്പെട്ടത്. അത് JAIIB, CAIIB. എന്റെ ജൂനിയർ അസോസിയേറ്റ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. CAIIB എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് അസോസിയേറ്റ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഈ രണ്ട് എക്സാം, ഈ എക്സാമിന്റെ പ്രത്യേകത ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരെ മാത്രമേ ഈ എക്സാമിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ JAIIB പാസ്സായാൽ ക്ലറിക്കൽ കേഡറിലാണെങ്കിൽ ഒരു ഇൻക്രിമെന്റ്, ഓഫീസറിലാണെങ്കിലും ഒരു ഇൻക്രിമെന്റ് കിട്ടും. JAIIB പാസ്സായാൽ മാത്രമേ CAIIB പാസ്സാകാൻ സാധിക്കത്തുള്ളൂ, എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ CAIIB എക്സാം എഴുതി കഴിഞ്ഞ് എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലറിക്കൽ കേഡറിലാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇൻക്രിമെന്റ്, ഓഫീസർ ആണെങ്കിൽ മൊത്തം കൂടെ 2 ഇൻക്രിമെന്റ് ലഭിക്കും. അപ്പൊ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് എക്സാം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കർശനമായും എക്സാം നമ്മൾ ജോലി കയറി കഴിഞ്ഞ ശേഷം ഈ രണ്ട് എക്സാം പാസ്സാകാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഇന്റർവ്യൂവിനും പ്രൊമോഷനും അതുപോലെ പല കാര്യങ്ങൾക്കും നമ്മളെ സാമ്പത്തികമായിട്ട് അല്ലാതെ നമുക്ക് പ്രയോജനപ്പെടും. അടുത്ത നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അതാണ് നമ്മുടെ ആഗ്രഹം, അല്ലെ? ഒന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടണം. അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്റെ ആഗ്രഹം. ഇപ്പൊ നിങ്ങൾ പഠിക്കും, നിങ്ങളുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പം നമ്മുടെ അധ്യാപകരുടെ കാര്യമാണ്, അവര് UGC എന്ന് പറയും, UGC സ്കെയിൽ, അല്ലെ? അവർക്ക് അങ്ങനെ. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലെ പേ കമ്മീഷൻ, സ്റ്റേറ്റിന്റെ പേ കമ്മീഷൻ. അപ്പൊ ബാങ്ക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പേ കമ്മീഷൻ അല്ല, ബൈ പാർട്ടി സെറ്റിൽമെന്റ്, BPS, ബൈ പാർട്ടി സെറ്റിൽമെന്റ് ആണ്, അല്ലെ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നത് 11th ബൈ പാർട്ടി സെറ്റിൽമെന്റ്. 3 വർഷം കൂടുമ്പോഴാണ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനവ് ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ കാണാം, ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജ് 1, 2, 3, ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം ക്ലറിക്കൽ, സബ്സ്റ്റാഫ്. ക്ലറിക്കലിന്റെ ബേസിക് പേ എഴുതിയിരിക്കുന്നത് 17,900, രണ്ടാം വർഷം അപ്പൊ 18,900, 3 അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ബേസിക് പേ ആണ്. ഇതിന്റെ കൂടെ മറ്റു അലവൻസുകളും ബാക്കിയുള്ള DA എല്ലാം കൂടെ ഒരു സ്റ്റാർട്ടിങ് ഒരു 24 രൂപയോളം ക്ലറിക്കലിന് വരുന്നുണ്ട്. അതാണ് ശമ്പളത്തെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓഫീസേഴ്സിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ 30,000 സംതിങ് ആണ്. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് 37,000. സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3, അങ്ങനെ സ്കെയിൽ 4 വരെ പോകുന്നുണ്ട്, സ്കെയിൽ 7 വരെ പോകുന്നുണ്ട്. സ്കെയിൽ 4 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്കെയിൽ 4 എന്ന് പറയുന്നത് ചീഫ് മാനേജർ ആണ്, സ്കെയിൽ 5 എന്ന് പറയുന്നത് AGM ആണ്, സ്കെയിൽ 6 എന്ന് പറയുമ്പോൾ DGM ആണ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സ്കെയിൽ 7 എന്ന് പറയുമ്പോൾ GMI, ജനറൽ മാനേജർ കാറ്റഗറി. GMന്റെ കാറ്റഗറി വരും MD. അപ്പൊ ശമ്പളം നല്ല ശമ്പളമാണ്, ശമ്പളത്തിന്റെ കാര്യത്തിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അടുത്ത ബെനിഫിറ്റ്സ്, ശമ്പളം ഉണ്ട്, അതിനൊപ്പം തന്നെ ബാങ്കിൽ കിട്ടുന്ന വേറെ ചില കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ജോബ് സെക്യൂരിറ്റി. ഇപ്പം ഞാൻ അത്രയും തീർത്തങ്ങോട്ട് പറയുന്നില്ല, വളരെ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 മാസം ഒരു മോറട്ടോറിയം കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ബാങ്കുകൾ പ്രഖ്യാപിച്ചായിരുന്നു. നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് അറിയാം. പത്രത്തിലൊക്കെ അത് വലിയ വാർത്തയാവുകയൊക്കെ ചെയ്യും. ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി, മറ്റ് വരുമാനമൊന്നും ഇല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി, ഒത്തിരി ബിസിനസ്സുകൾ തകർന്നു. പക്ഷെ ഏതെങ്കിലും ഒരു ബാങ്ക് ഈ ലോക്ക്ഡൌൺ മോറട്ടോറിയം സമയത്ത് തകർന്നു പോയതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? യെസ് ബാങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. യെസ് ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അതിനുള്ള മെഷേഴ്സ് ഒക്കെ RBI എടുത്തു. വേറെ ബാങ്കുകൾ ഷെയർ മേടിക്കുകയും ഇമ്മൻസ് ഫണ്ടിങ് നടത്തുകയൊക്കെ ചെയ്ത് അത് തിരിച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്ക് 6 മാസത്തേക്ക് ഒരു തിരിച്ചടവും ബാങ്കിലില്ല. ലോൺ എടുത്തവരുടെ ഇരിക്കുകയാണ് പൈസ. ഒരു 6 മാസത്തേക്ക് യാതൊരു വരുമാനവും ബാങ്കിലില്ല. ഒരു ദിവസം, ഒരു മാസത്തെ ശമ്പളം പോലും മുടങ്ങിയിട്ടില്ല അവിടുത്തെ തൊഴിലാളികൾക്ക്. കൃത്യമായി 10 മണിക്ക് തുറക്കും, വൈകിട്ട് വരെയുണ്ട്. 6 മാസം ഒരു വരുമാനവും ബാങ്കിനില്ല, എന്നിട്ടും ബാങ്കിന് ഒരു പ്രശ്നമില്ല. അതാണ് ബാങ്കിന്റെ പ്രൊവിഷനിങ് എന്ന് പറയുന്നത്, കരുതൽ തരം. ബാങ്ക് സ്റ്റേബിൾ ആണ്, ഇന്ത്യയിലെ ബാങ്കുകൾ പ്രത്യേകിച്ച് സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രിഞ്ചന്റ് കൺട്രോളിലാണ്
ബാങ്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ന്യായമായ രീതിയിൽ നല്ല രീതിയിലൊക്കെ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തൊഴിലാണ്. ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ബാങ്കിങ് മേഖലയിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ജോലി നേടുന്നതോടൊപ്പം തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് അത്യാവശ്യം നമുക്ക് ചുറ്റും നമുക്കൊരു ചെറിയൊരു നിലയൊക്കെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, കുഴപ്പമില്ല. ആൾക്കാർക്ക് അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം, നമുക്ക് അവരെ കാണുമ്പോൾ പിന്നെ ഒരു സന്തോഷം. പിന്നെ ഇനി ഇതിന്റെ പുറത്ത് അലവൻസുകൾ എന്തൊക്കെയാണ്? ന്യൂസ് പേപ്പർ അലവൻസ്, പത്രം വരുത്താനായിട്ടുണ്ട്. പെട്രോൾ അലവൻസ്, ബിസിനസ് ഡെവലപ്മെന്റ് അലവൻസ്, ബാങ്ക് ക്വാർട്ടേഴ്സ്. നിങ്ങളിപ്പം ആദ്യം പോസ്റ്റിംഗ് എടുക്കുന്ന മുംബൈയിലാണ്. മുംബൈയിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം 12,000 രൂപയാണ് ഓഫീസർക്ക് ക്വാർട്ടേഴ്സ് അലവൻസ്. ഓരോ ബാങ്ക് ടു ബാങ്ക് വ്യത്യാസമുണ്ട്, എമൗണ്ട് കൂടിയും കുറഞ്ഞും വേരി ചെയ്തിട്ടില്ല. അപ്പൊ ദൂരേക്കൊക്കെ ട്രാൻസ്ഫർ മേടിച്ച് പോയാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ബാങ്ക് ഓഫീസർക്ക് ആയിട്ടല്ല, ക്ലർക്കിനെ ഓഫീസർ സ്കെയിൽ 1 തൊട്ടുള്ള. അപ്പൊ നമുക്ക് എന്താ പറയണ്ടേ, ബാങ്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ വാടക ബാങ്ക് കൊടുത്തോളൂ, നമ്മളൊന്ന് ജോലി വെച്ചാൽ. അപ്പൊ ക്യാൻറ്റീൻ അലവൻസ്, LFC ട്രാവൽ, യാത്ര ചെയ്യാനുള്ള 2 വർഷത്തെ അല്ലെ 4 വർഷം കൂടുമ്പോൾ ഉള്ള സ്ലാബാണ്. 2 വർഷത്തേക്ക് ഉള്ളതുകൊണ്ട് 4 വർഷത്തേക്ക് നമുക്കും നമ്മുടെ ഡിപെൻഡൻസിനും ഉള്ള LFC ട്രെയിൻ ഫെയർ, 2 ടയർ AC ഫെയർ ബാങ്ക് നമുക്ക് തരുന്നുണ്ട്. എക്സ്ഗ്രേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളിലും ഇല്ല. ഇത് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ലാഭവിഹിതം ക്വാർട്ടർ 4-ൽ ഇത്ര രൂപ, മൊത്തത്തിൽ ഓവറോൾ മാർച്ച് ഏപ്രിൽ മെയ് ആണ് സമയത്ത് ഇവർ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത്ര രൂപ, 450 കോടി, 1000 കോടി, 1200 കോടി എന്നൊക്കെ എങ്ങനെ പറയും. ഫെഡറൽ ബാങ്ക് ഇത്തവണ 1100 കോടി ചില്ലുവാൻ രൂപയാണ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തത്. കർണാടക ബാങ്ക് ഇത്തവണ 460-70 കോടി രൂപയുടെ പ്രോഫിറ്റ് ഡിക്ലെയർ. ഈ പ്രോഫിറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവിധ ചെലവുകളും കഴിഞ്ഞ്, എല്ലാവിധ പ്രൊവിഷനുകളും കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഫിറ്റ്, എല്ലാവിധ ചെലവുകളും കഴിഞ്ഞിട്ടാണ്, എല്ലാ ബാധ്യതകളും മാറ്റി വെച്ചതിന് ശേഷമാണ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക്, അതാണ് എക്സ്ഗ്രേഷ്യ. അത് നമ്മൾ തൊഴിലാളികൾക്ക് കിട്ടുന്നതാണ്. ഇനി ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ, അല്ലെ? ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ. അപ്പൊ ബെനഫിറ്റ്സ്, ലീവ് എന്തൊക്കെയാണ്? ക്യാഷ് ലീവ് 1 വർഷം 12 ക്യാഷ് ലീവ് ആണ്. സിക്ക് ലീവ് 30, പ്രിവിലേജ് ലീവ് 30, പെറ്റേണിറ്റി ആൻഡ് മെറ്റേണിറ്റി ലോസ് ഓഫ് പേ. ക്യാഷ് ലീവ് 12 എണ്ണം. ഓരോ വർഷവും കഴിയുന്തോറും നമ്മളുടെ ക്രെഡിറ്റിലേക്ക് 12 ക്യാഷ് ലീവ് ആടായിട്ടിരിക്കും. അപ്പം അത് കഴിഞ്ഞാൽ സിക്ക് ലീവ് 30 ഹാഫ് പേ. അപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ 15 ഫുൾ പേ സിക്ക് ലീവ് നമുക്കുണ്ട്. പ്രിവിലേജ് ലീവ് 1 വർഷം 30 പ്രിവിലേജ് ലീവ്, അത് സറണ്ടർ ചെയ്താൽ 30 ദിവസം 1 മാസം ശമ്പളം. പിന്നെ പെറ്റേണിറ്റി ലീവ്, പെറ്റേണിറ്റി ഈ കഴിഞ്ഞ സെറ്റിൽമെന്റ്, ഈ സെറ്റിൽമെന്റ് അല്ല, 10ാമത്തെ, ഇപ്പൊ 11th സെറ്റിൽമെന്റ് ആണ്, 11th ബൈ പാർട്ടി സെറ്റിൽമെന്റ് ആണ് നമ്മളത്. ഇത് 10th ബൈ പാർട്ടി സെറ്റിൽമെന്റിൽ വന്നൊരു കാര്യമാണ്. അപ്പം ജെൻസിന് 15 ദിവസത്തെ ലീവ്, ലേഡീസിന് 6 മാസത്തെ ലീവ്, അത് വിത്ത് സാലറി ആണ്. പിന്നെ ലോസ് ഓഫ് പേ, ഒന്നും ഇല്ലെങ്കിൽ, ഈ ലീവുകൾ ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ഓഫ് പേയിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ ഈ കോളേജിലൊക്കെ പഠിച്ചിരിക്കുന്ന സമയം തന്നെ അപ്പൊ ഞാനിങ്ങനെ എന്തിനു പോകണം, അപ്പൊ ഞാൻ പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ കഴിയുമ്പോൾ ഒരു ലോൺ എടുക്കണം. മറ്റൊന്നുമല്ല, നമ്മൾ ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇലക്ഷൻ നടക്കാൻ പോകും, ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം. ഇപ്പൊ ഇവര് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കും, എന്താണ് മാനിഫെസ്റ്റോ, അല്ലെ? പുറത്തിറക്കുമ്പോ എന്തോ എല്ലാവർക്കും തല ചായക്കാൻ ഒരിടം, അല്ലെങ്കിൽ ഇത്ര സെന്റ് പട്ടയഭൂമി സർക്കാർ കൊടുക്കുമെന്നൊക്കെ എഴുതി വിടും, അല്ലെ? കഴിയുക കുറച്ചൊക്കെ ചെയ്യും, കുറച്ചൊക്കെ കിട്ടും, എന്തൊക്കെയാട്ടെ. അപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തല ചായക്കാൻ ഒരു ഇടം. ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നതോടുകൂടി നിങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഹൗസിംഗ് ലോണാണ്. സാധാരണ ആൾക്കാർ ഇപ്പം 6.25% ഇപ്പോഴത്തെ പലിശ. ഈ 6.25% പലിശ നിരക്കിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് ലോൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 6% തൊട്ട് താഴോട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലാണ്. മറ്റേത് കോമ്പൗണ്ടാണ്. വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ 100-ന് 10 എങ്കിൽ 10 രൂപ വരും, വീണ്ടും 10 രൂപ വരും. അങ്ങനെയാണെങ്കിൽ തിരിച്ച് പലിശ വരും.
10 രൂപയാണ് കൊടുക്കുന്നത്. 100-ന് അടുത്തത് 10 രൂപ, 110 രൂപയ്ക്കാണ് പലിശ കൂടുന്നത്. 100 രൂപയ്ക്ക് പലിശ കൂടും. ഇവിടെ പലിശയ്ക്ക് പലിശ കൂടും. അതാണ് കോമ്പൗണ്ടിങ്. പലിശയ്ക്ക് പലിശ വരും. അപ്പോഴാണ് എമൗണ്ട് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നത്. ഞാനെപ്പോഴും പറയുന്ന, ഞാൻ എന്റെ കസ്റ്റമേഴ്സിനോട് പറയുന്നത്, നിങ്ങളൊരു സിപ്പ് ചെയ്തു, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചെറിയ സാലറി വരുന്ന ആളോട് ഞാൻ പറയുന്നതാണ്, നിങ്ങളൊരു 2000 രൂപയുടെ ഒരു സ്ലിപ്പ് ചെയ്തു, ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്തു. 2000 രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ചെയ്തു. നമ്മളൊരു 2000 രൂപ മാസം നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകുമ്പോൾ നമുക്കത് നമ്മളധികം ബാധിക്കുന്ന കാര്യമില്ല. അത് ഒരു 20-25 വർഷം ഇങ്ങനെ മാർക്കറ്റിൽ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി, അത് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു 18-19 ലക്ഷം രൂപ വരെയൊക്കെ ആകാനുള്ള സാധ്യത വളരെ. അതിന്റെ ആ മാജിക് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ്. അപ്പൊ അത് പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാജിക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ലൈബിലിറ്റി ആയി. അപ്പൊ ആ ഒരു വലിയ വേരിയേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോഴും കോമ്പൗണ്ട് ആകുമ്പോഴത്തേക്കും അത് തമ്മിലുള്ള തുക വളരെ വ്യത്യാസമാണ്. അത് വലിയൊരു കടമായിരിക്കും. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഹൗസിംഗ് ലോൺ എടുത്ത് നമുക്കൊരു വീട് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ലോണുകളിലേക്ക് വന്ന ഹൗസിംഗ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലീൻ ലോൺ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോൺ, കാർ ലോൺ, 2 വീലർ ലോൺ, ഗോൾഡ് ലോൺ. ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും ലോണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മളുടെ ഒരു സാലറിയിൽ നിന്ന് ഈ പറഞ്ഞ കാർ മേടിക്കുക എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. കോളേജിൽ പഠിക്കുന്നവരുടെ ഡ്രീം ബൈക്ക് മേടിക്കുക, ബുള്ളറ്റ് മേടിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോഴും നിങ്ങളെയൊക്കെ സംബന്ധിച്ചോളം നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം എന്താ പറയണ്ടേ, ഹൗസിംഗ് ലോൺ, കാർ ലോൺ, ക്ലീൻ ലോൺ, 2 വീലർ ലോൺ, ഗോൾഡ് ലോൺ, ഇതൊക്കെയാണ് ലോണുകളുടെ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഏതൊരു രാത്രിക്കും ഒരു പകലുണ്ട്, അല്ലെ? ഏതൊരു നാണയത്തിനും 2 വശങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ചില നെഗറ്റീവ്സ് നമ്മുടെ ഈ ജോലിക്കുണ്ട്. ഈ ജോലിക്കല്ല, എല്ലാത്തിനും ഉണ്ട്. ടാങ്ക്ലെസ് ജോബ്. നമ്മൾ 100 കാര്യങ്ങൾ ചെയ്യുമ്പോൾ 99 ചിലപ്പോൾ ശരിയാകും. ഒരെണ്ണം എന്തെങ്കിലും ചെറിയൊരു അപാകത വന്നാലും ആ 99 കാര്യങ്ങൾ നന്നായി നടന്നു പോയി, 100ാമത്തേത് അത്ര ശരിയായില്ലെങ്കിൽ ആ 99 കാര്യങ്ങളും നമ്മുടെ മേലുദ്യോഗസ്ഥർ നമ്മളോട് മറക്കും. അതങ്ങനെയാണ്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഇത് ഗവൺമെന്റ് ജോബ്, ഗവൺമെന്റ് ഓഫീസിലെ രീതി അല്ല. നമുക്ക് ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് കർശനമായിട്ടൊന്നും പറ്റത്തില്ല. നമ്മളെല്ലാം ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഷുഡ് മൾട്ടി ടാസ്ക്. ഒരു സമയത്ത് നിങ്ങൾ 2 ജോലി ചെയ്യണമെന്നല്ല, നിങ്ങൾ 9 ജോലി ചെയ്യേണ്ടി വരും. 9 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കൂടെ പോകും. 9 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കൂടെ പോയേ പറ്റൂ. നമ്മൾ മറന്നു പോകും നമ്മളോട് പറഞ്ഞ ജോലികൾ. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ഒരു ഡയറി എടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ജോലി പറയുമ്പോൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യണം. ആദ്യം ചെല്ലുമ്പോൾ പ്രയാസമാണ്, പയ്യെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ട്രാൻസ്ഫർ നമ്മൾ ഒരു ഇടത്തും സ്ഥിരമല്ല, പ്രത്യേകിച്ച് ഓഫീസേഴ്സ്. 3 അല്ല 4 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫറുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് ബാങ്കിന്റെ പോളിസിയാണ്. ഒരുപാട് ബ്രാഞ്ചുകളുള്ള ബാങ്കൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ചൊക്കെ അടുത്തടുത്തൊക്കെ തന്നെ നിൽക്കാൻ സാധിക്കും. പയ്യെ പുറത്തേക്ക് സ്കെയിൽ കൂടുന്നതനുസരിച്ച് പുറത്തേക്ക് പോകേണ്ടി വരും. പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നത് നല്ലതാണ്, മോശമാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പുറത്തൊക്കെ 2.5 വർഷം ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. ഇപ്പൊ 3.5 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഓരോ സംസ്കാരം, വേറൊരു കൾച്ചർ, ആഹാരം, ക്ലൈമറ്റ്, ഇതൊക്കെ പഠിക്കാനൂടെ മനസ്സിലാക്കാൻ, അനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അതിനകത്തൊരു നല്ലത് ഒരു ഉണ്ട്. ലെസ് സാലറി കമ്പയർഡ് ടു ഗവൺമെന്റ് ഓഫീസ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥ ശമ്പളം ശകലം കുറവാണ്. അവർക്ക് കിട്ടുന്ന അത്രയും ശമ്പളം നമുക്ക് ഉണ്ടാകത്തില്ല, എന്നാൽ അവരെക്കാൾ കുറച്ചുകൂടെ പണി നമുക്ക് കൂടുതലായിരിക്കും. നോ ഫിക്സഡ് അവേഴ്സ്, ഓഫീസ് അവേഴ്സ്. 5 മണിയും നമ്മൾ സമയം പറയുന്നെങ്കിൽ 5 മണിയാകുമ്പോൾ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. 5:30 ആകാം, 6 മണിയാകാം, 6:15 ആകാം, 10 മണി വരെയൊക്കെ ആകാം. 12:30 വന്നിട്ടുണ്ട് ഞാൻ നോട്ട് നിരോധിച്ച സമയത്ത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആരെങ്കിലും പഴി പറയാൻ പറ്റുമോ? ആരെ പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ന്യൂനതകളൊക്കെ, ചെറിയ കുറവുകൾ ഈ ജോലിയിൽ, എല്ലാ ജോലിയിലുള്ള ഈ ജോലിയിൽ ഉണ്ട്. അപ്പം പോസിറ്റീവുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ജോലി കിട്ടിയപ്പോഴുള്ള കാര്യങ്ങൾ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോ ജോലി കിട്ടിയ ശേഷമുള്ള കാര്യങ്ങളാണ് എൻ്റെ അറിവിലുള്ള
ലഘുവായ ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പം എന്താ പറയാ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ കേട്ടോണ്ടിരിക്കുന്ന ഇതിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും അവര് എക്സാം ക്ലിയർ ആയി ബാങ്കിലെ എംപ്ലോയി ആയി മാറുകയാണെങ്കിൽ അവരുടെ ആ വലിയൊരു വിജയത്തിൽ അതൊരു ചെറിയ വിജയം എന്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. Thank you, Vishnu sir, for briefing banking examinations and career opportunities in a simple manner. I assure you, sir, we will practice your tips in exams and preparations.